ക്രൈം നോവൽ ഗോൾ. ഗോൾ! ആയിരക്കണക്കിന് കണ്ണങ്ങളിൽ നിന്നും ഒരേപോലെ ആ ശബ്ദമുയർന്നു. തിങ്ങി നിറഞ്ഞിരുന്ന ഗ്യാലറികളിൽ സമുദ്രം പോലെ ജനം ഇളകി മറിഞ്ഞു. ഗോൾ! ഗോൾ! അവരുടെ ശരീരത്തിലെ ഓരോ അണുവിടയിലും ആ സന്തോഷം പകർന്നു ത്രസിച്ചു. മൈതാനത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തു നിന്നും ഒരു ലോങ് പാസ് സ്വീകരിച്ച് മുന്നോട്ട് കുതിക്കുകയായിരുന്നു പ്രതാപ്. മുന്നിലുള്ള എതിരാളികളെ അതിസമർത്ഥമായി കബളിപ്പിച്ച് ആ 10-ാം നമ്പർ ജേഴ്സിക്കാരൻ ലെഫ്റ്റ് വിങ്ങിലൂടെ ഓടിക്കയറുന്ന വിനോദിന് പാസ് നൽകി. പിന്നെ ഒറ്റക്കുതിപ്പിന് മുന്നിലെത്തി. വിനോദ് ബോൾ മടക്കിക്കൊടുത്തു. തൊട്ടു മുന്നിൽ എതിരാളികളുടെ ശക്തമായ പ്രതിരോധ നിര. അതിസമർത്ഥമായൊരു നീക്കം. പ്രതിരോധ നിരയിൽ വിള്ളലുണ്ടായി. പ്രതാപ് ഒന്ന് കറങ്ങിത്തിരിഞ്ഞു. ഇടത് കാൽ കൊണ്ട് പന്ത് തട്ടിയിട്ട് വലത് കാൽ കൊണ്ട് ലക്ഷ്യത്തിലേക്ക് തൊടുത്തു. വെടിയുണ്ടേക്കാൾ വേഗത്തിൽ സെക്കൻഡ് പോസ്റ്റിലേക്ക് പാഞ്ഞ പന്ത് ഗോളിക്ക് ചലിക്കുവാൻ പോലും കഴിയും മുമ്പ് നെറ്റ് ചലിപ്പിച്ചു. ഗോൾ! നിമിഷങ്ങളോളം നീണ്ടുനിന്ന കരഘോഷം, ആർപ്പുവിളികൾ. കാണികൾ ആ 3 അക്ഷരം ഉരുവിട്ടു. പ്രതാപ്! 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 പോലീസ് ടീമിൻ്റെ നിർണായക ഗോൾ. അതും കളി അവസാനിക്കുവാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ. ഫൈനൽ മത്സരമായിരുന്നു അത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളും ഗ്രൂപ്പിലെ അധികായന്മാരുമായ ബംഗാളിനെ അട്ടിമറിച്ചായിരുന്നു ആ ജയം. വിജയം സുനിശ്ചിതമെന്ന് ചിന്തിച്ചിരുന്ന ബംഗാളിൻ്റെ കളിക്കാരും കോച്ചും അക്ഷരാർത്ഥത്തിൽ നടുങ്ങുകയായിരുന്നു. തങ്ങൾ തോൽക്കുക അതിനർത്ഥം ആത്മഹത്യ ചെയ്യുക എന്നതാണ്. തൻ്റെ ബൂട്ട്സിൽ നിന്നും ഗോൾ പിറന്നതിൻ്റെ സന്തോഷത്താൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഓടി വന്ന പ്രതാപിനെ കൂട്ടുകാർ പൊതിഞ്ഞു. കോച്ചിൻ്റെ മനം നിറഞ്ഞു. ഗാലറിയിലെ ശബ്ദം കുറഞ്ഞു വന്നു. വീണ്ടും വിസിൽ മുഴങ്ങി. കേരളത്തിന് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് മുൻതൂക്കം. തുടരെ അവർ ആക്രമണം അഴിച്ചുവിട്ടു. പ്രതാപിൻ്റെ രണ്ടാമത്തെ ഊക്കൻ അടി ബാറിൽ തട്ടി മടങ്ങി. അവിടെ കണക്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. കോച്ച് കാർലോസ് അഭിമാനത്തോടെ തൻ്റെ കൂടെയിരുന്ന മറ്റു കളിക്കാരെ നോക്കി. അവരുടെ മുഖങ്ങളിലും നിറയെ സന്തോഷമാണ്. എന്നാൽ ഒരാളുടെ മുഖം മാത്രം കടന്നിൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിനൊന്ന് ചിരിക്കണമെന്ന് തോന്നി. ക്യാപ്റ്റൻ ശങ്കർ. കളിയുടെ അവസാന നിമിഷം അടുക്കാറാവുകയാണ്. ശങ്കറിനെ മാറ്റി കാർലോസ് പ്രതാപിനെ ഇറക്കിയത് അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. കളി തുടങ്ങിയപ്പോൾ മുതൽ പ്രതാപിനെ കളിപ്പിക്കൂ എന്ന് കാണികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ക്യാപ്റ്റൻ ശങ്കറിനെ മാറ്റുവാൻ കാർലോസ് മടിച്ചു. അതിന് കാരണമുണ്ട്. സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷൻ്റെ അനന്തരവനാണ് ശങ്കർ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവൻ ടീമിൽ അംഗമായതും ക്യാപ്റ്റൻ സ്ഥാനത്തെത്തിയതും. തനിക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കോച്ചിനും ഉറപ്പുണ്ടായിരുന്നു. താൻ എന്തെങ്കിലും ചെയ്താൽ അതിന് മുകളിൽ വിലങ്ങിടുവാൻ മുകളിൽ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫുട്ബോൾ മുരടിച്ചു നിൽക്കുന്നതെന്ന് കാർലോസിനറിയാം. കളിക്കാനറിയാവുന്ന സമർത്ഥരായ യുവാക്കൾ കളത്തിന് പുറത്ത്, മന്ത്രിമാരുടെയും അതുപോലെയുള്ള ഉന്നതന്മാരുടെയും മക്കൾ അകത്ത്. ശരിക്ക് പന്തടിക്കാൻ പോലും അറിയാത്തവരെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. എങ്ങനെയെങ്കിലും സ്പോർട്സ് കോട്ടയിൽ ഒരു ജോലി സമ്പാദിക്കുക. അതിനുശേഷം കളിക്കളത്തിൽ ഇറങ്ങുന്നത് തന്നെ അവർക്ക് ബുദ്ധിമുട്ട്. പക്ഷേ പ്രതാപ് അത്രക്കാരനല്ലെന്ന് കാർലോസിന് നേരത്തെ തന്നെ തോന്നിയിട്ടുണ്ട്. ജീവിതം തന്നെ ഫുട്ബോളിനായി വിനിയോഗിക്കുന്നവൻ. അത്രക്കാരെയാണ് ഇവിടെ ആവശ്യം. കാർലോസിൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമായിരുന്നു ഈ മത്സരം. അടിക്കടി തൻ്റെ ടീമിന് തോൽവിയാണ്. ഈ അവസ്ഥ തുടർന്നാൽ അധികം താമസിക്കാതെ താൻ ഔട്ടാകുമെന്ന് അദ്ദേഹത്തിനറിയാം. കുറ്റം തൻ്റെ അല്ലെങ്കിലും അത് പറയുവാൻ ആരും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ശങ്കരെ മാറ്റി പ്രതാപിനെ പകരക്കാരനായി ഇറക്കിയത്. ഫൈനൽ വരെ ടീം എത്തിയത് തന്നെ ഒരുവിധം തട്ടിമുട്ടിയാണ്. അതുമാത്രമല്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ എതിരാളികളും മോശമായിരുന്നു താനും. അദ്ദേഹം വാച്ച് നോക്കി. കളി തീരുവാൻ ഇനി 4 മിനിറ്റുകൾ മാത്രം. പ്രതാപ് ഒരു കൊടുങ്കാറ്റ് കണക്കെ ആഞ്ഞടിക്കുകയാണ്. 2-3 അവസരങ്ങൾ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്തുപോയി. ആദ്യം മുതലേ അവനെ ഇറക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 4 ഗോളിൻ്റെ ലീഡ് നേടുമായിരുന്നു. കാണികൾ ആകാംക്ഷയോടിരിക്കുകയാണ്. അവസാന 11 ലിസ്റ്റ് വരുന്നതുവരെ പ്രതാപ് ടീമിലുണ്ടാവും എന്നതായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. എന്നാൽ ലിസ്റ്റ് വന്നപ്പോൾ അവൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ആൾക്കാരിൽ പ്രതിഷേധമുയർന്നു. പത്രക്കാർ തുറന്നെഴുതി ലിസ്റ്റിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന്. എല്ലാ കുറ്റങ്ങളും കോച്ച് കാർലോസിൽ കെട്ടിവയ്ക്കപ്പെട്ടു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഗാലറിയിൽ സ്ത്രീകൾക്കിടയിൽ 2 തിളക്കമുള്ള കണ്ണുകൾ ആകാംക്ഷയോടെ പ്രതാപിനെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ശിവദാസിൻ്റെ മകൾ മീര. പ്രതാപിൻ്റെ കാലുകൾ ചലിക്കുന്നത് കാണുമ്പോൾ തന്നെ അവളുടെ ഹൃദയം ധൃതിയിൽ മിടിക്കും. ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവൾ എത്ര കൊതിച്ചതാണെന്നോ പ്രതാപ് ഗോളടിക്കുന്നത് കാണുവാൻ. അവൾ കളി കാണാൻ പോകുന്ന വിവരം ശിവദാസിനറിയില്ല. ആരും അറിയാതിരിക്കാനാണ് അവൻ ഗാലറിയിൽ അഭയം തേടിയത് തന്നെ. പ്രതാപ് ഗോളടിച്ചപ്പോൾ ഒന്ന് നൃത്തം ചെയ്യണമെന്ന് പോലും തോന്നിയതാണ് മീരയ്ക്ക്. മീരയും പ്രതാപും കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അതിനിടയിൽ അവന് പോലീസ് ടീമിൽ അവസരം കിട്ടുകയായിരുന്നു. ഇപ്പോഴും പ്രതാപ് പഠിക്കുന്നുണ്ട്. അവളും അവനുമായുള്ള അടുപ്പം ആർക്കും അറിയില്ല, അവളുടെ കൂട്ടുകാരികൾക്ക് പോലും. കളി തീരുവാൻ 1 മിനിറ്റ് മാത്രം. പോലീസ് ടീമിന് അനുകൂലമായ ഒരു കോർണർ കിക്ക് എടുത്തത് പ്രതാപനാണ്. വിനോദ് നേരെ അത് പോസ്റ്റിലേക്ക് തൊടുത്തു. പക്ഷേ ഗോളും
ഗോളി മുന്നോട്ട് കുതിച്ച് ബോൾ തട്ടിക്കളഞ്ഞു. ഒരു ബംഗാൾ കളിക്കാരൻ്റെ ശരീരത്തിൽ മുട്ടി അത് വന്നു വീണത് പ്രതാപിൻ്റെ മുന്നിൽ. പ്രതാപ് പന്തുമായി കുതിച്ചു. ഒരു സെക്കൻഡ്. കാണികൾ ഗ്യാലറിയിൽ എണീറ്റു നിന്നു. ആവേശം മുറ്റി നിന്ന ഒരു നിമിഷം. പ്രതാപ് പോസ്റ്റിലേക്ക് ആഞ്ഞടിക്കാൻ ഭാവിക്കുകയായിരുന്നു. പിന്നിലൂടെ വന്ന ബംഗാൾ സ്ട്രൈക്കർ അവൻ്റെ കാലിൽ തട്ടി വീഴ്ത്തി. കാണികൾ നിശബ്ദമായ ഒരു നിമിഷം. റഫറി ഫൗൾ വിസിൽ മുഴക്കുന്നതിന് മുമ്പ് തന്നെ പക്ഷേ അത് സംഭവിച്ചു. പ്രതാപ് തറയിൽ ഉരുണ്ടു തിരിഞ്ഞു. തൊട്ടു മുന്നിൽ ബോൾ. കിടന്നുകൊണ്ട് തന്നെ ഒറ്റയടി. മുന്നോട്ട് കുതിച്ച ഗോളിക്ക് ലക്ഷ്യം പിഴച്ചു. രണ്ടാമതും നെറ്റ് ചലിച്ചു. ഗോൾ! ആൾക്കാർ അലറിപ്പറഞ്ഞു. ശങ്കറിൻ്റെ മുഖം വിളറി വെളുത്തു. കോച്ച് കാർലോസ് ചാടി എണീറ്റു. മറ്റു കളിക്കാരും. ശങ്കർ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. കാതുകളിൽ ആൾക്കാരുടെ ആരവം തുളഞ്ഞിറങ്ങി. അവൻ പല്ലുകൾ കൂട്ടി ഞെരിച്ചു. ബാസ്റ്റാർഡ്സ്! എല്ലാം മറന്ന് മീര ഗ്യാലറിയിൽ എണീറ്റ് നിന്നു. കൈലേസ് ഉയർത്തി വീശി. ബോൾ വീണ്ടും മൈതാനത്തിന് മധ്യത്തിലെത്തി. സെക്കൻഡുകൾ. റഫറിയുടെ ലോങ് വിസിൽ മുഴങ്ങി. കളി അവസാനിച്ചു. കോച്ച് കാർലോസ് ഗ്രൗണ്ടിലേക്ക് ഓടി. മോനെ! പ്രതാപിനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. നീ എൻ്റെ മാനം കാത്തടാ. അദ്ദേഹം കരയുകയായിരുന്നു. ആനന്ദ കണ്ണീർ. പ്രതാപും കരഞ്ഞുപോയി. കളിക്കാർ മുഴുവൻ അവനെ കെട്ടിപ്പിടിച്ചു. അവനന്ദിച്ചു. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ക്യാമറകൾ അതിദ്രുതം മിന്നി. ഒരാൾ മാത്രം പ്രതാപിൻ്റെ അരികിലേക്ക് വന്നില്ല. ഒന്നും പറഞ്ഞുമില്ല. ശങ്കർ. എങ്കിലും പ്രതാപ് അടുത്തു ചെന്നു. ആ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ആ ജന്മശത്രുവിനെ കാണുന്നത് പോലെ ശങ്കർ അവനെ തറച്ചു നോക്കി. പിന്നെ തലവെട്ടി തിരിച്ചു. പ്രതാപ് വല്ലാതെയായി. ഈ അവഗണന അവൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. ശങ്കർ ക്യാപ്റ്റനായിട്ടുള്ള പോലീസ് ടീമിൻ്റെ ജയം അവനുകൂടി അഭിമാനിക്കത്തക്കതാണ്. എന്നിട്ടും പകയായിരുന്നു ശങ്കറുടെ മനസ്സ് നിറയെ. എങ്ങനെയും പ്രതാപിനെ തറപ്പറ്റിക്കണമെന്ന് അവൻ്റെ കുടില മനസ്സ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി ശങ്കർ വേദിയിലേക്ക് കയറിയപ്പോൾ കാണികൾക്കിടയിൽ നിന്നും അപസ്വരങ്ങൾ ഉയർന്നു. അവൻ അവരെ വലതു കൈയുടെ നടുവിരൽ കാണിച്ചു. ജനങ്ങൾ രോഷം കൊണ്ടു. അവനെ പുറത്താക്കണം, അഹങ്കാരിയെ വെടിവെച്ച് കൊല്ലണം എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ ഉയർന്നു. കാർലോസിൻ്റെ മുഖം വല്ലാതെയായി. ശങ്കർ കാണിച്ചത് ഒരാൾക്കും ചേരാത്ത ഒരു കാര്യമാണ്. അച്ചടക്കമുള്ള ഒരു ടീമിൻ്റെ ക്യാപ്റ്റനിൽ നിന്ന് കൂടിയാണിത് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാളെ ടീമിൽ വെച്ചുകൊണ്ടിരിക്കുക പോലും അരുത്. തനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവനെ പുറത്താക്കാം. പക്ഷേ ശങ്കറിനുള്ള പിൻബലം കാർലോസിന് അറിയാമായിരുന്നു. ശങ്കർ ട്രോഫി ഏറ്റുവാങ്ങി. കളിക്കാരെയും കോച്ചിനെയും ഒന്നിച്ചു നിർത്തി ഫോട്ടോഗ്രാഫേഴ്സ് അനേകം സ്നാപ്പുകൾ എടുത്തു. പ്രസ് റിപ്പോർട്ടേഴ്സ് പ്രതാപിനെ വളഞ്ഞു. ആദ്യം മുതലേ ഇരിക്കേണ്ടി വന്നതിന് പ്രതാപ് എന്ത് പറയുന്നു? അവൻ മെല്ലെ ചിരിച്ചു. ഞാൻ ഫിറ്റാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോച്ചാണ്. അദ്ദേഹം പുറത്തിരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും, കളിക്കാൻ പറഞ്ഞാൽ കളിക്കും. പ്രതാപിനെ പുറത്തിരുത്തിയതിന് പിന്നിൽ ചില വൻശക്തിയുടെ കരങ്ങൾ പ്രവർത്തിച്ചിരുന്നോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. താങ്കൾക്ക് അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും അറിയില്ല. താങ്കളോട് ശത്രുതയുള്ളവർ ടീമിലുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? തീർച്ചയായും. എന്തുകൊണ്ട്? ഞങ്ങളൊരു ടീമിൻ്റെ ആകെ പ്രയത്നത്തിൻ്റെ തുകയാണ് വിജയം. ആര് ഗോളടിച്ചാലും ജയം എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടത് തന്നെ. ഒരാൾ മാത്രം വിചാരിച്ചാൽ വിജയിക്കാനാവില്ല. ഒന്നിച്ചു നിന്നാലേ വിജയിക്കൂ. പത്രക്കാർ പിന്നെയും എന്തൊക്കെയോ ചോദിച്ചു കൊണ്ടിരുന്നു. പ്രതാപ് അതിനൊക്കെ മറുപടി നൽകി. ആർക്കും ദ്രോഹമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ. ട്രോഫിയുമായി അവർ മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. തങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ എത്തിച്ചേർന്നു. ഒരു ദിവസത്തെ വിശ്രമം. വീണ്ടും പ്രാക്ടീസ് ആരംഭിക്കുകയാണ്. അടുത്ത മാസം ഗോൾഡ് ട്രോഫി തുടങ്ങും. വമ്പന്മാരൊക്കെ പങ്കെടുക്കും. ഇതുപോലെ ജയിച്ചു പോരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഹോട്ടലിൽ വെച്ചാണ് അവർ മറ്റൊരു കാര്യം അറിയുന്നത്. മുഖ്യമന്ത്രി കളിക്കാർക്ക് 50,000 രൂപ വീതം ക്യാഷ് അവാർഡ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ യാത്ര തിരിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ പ്രതാപിന് വീട്ടിലെത്താം. അവൻ ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മുറിയാകെ പുകയാണ്. വല്ലാത്തൊരു തരം ഗന്ധം അവിടെ തങ്ങി നിൽക്കുന്നു. അവൻ അവരെ കണ്ടു. ശങ്കറും മറ്റു 2 പേരും കൂടി കഞ്ചാവ് പുകച്ച് തള്ളുകയാണ്. അവന് വല്ലായ്മ തോന്നി. ശങ്കർ അവനെ കണ്ടു കഴിഞ്ഞു. ആ കണ്ണുകൾ കൂടുതൽ ചുവന്നു. ശങ്കറുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന രോഷം പ്രതാപ് വായിച്ചറിഞ്ഞു. പക്ഷേ ഒന്നും പറയുവാൻ പോയില്ല. വെറുതെ ഉടക്കുണ്ടാക്കുന്നതിനോട് അവന് താല്പര്യമില്ലായിരുന്നു. അവരെ കാണാത്ത ഭാവത്തിൽ തൻ്റെ ബാഗിൽ നിന്നും വസ്ത്രങ്ങൾ പുറത്തെടുത്തു. ഹീറോ നാട്ടിലേക്ക് പുറപ്പെടുകയാകും, ശങ്കർ പുച്ഛിച്ചു. അതിനും അവൻ പ്രതികരിച്ചില്ല. 2-3 കവിൾ പുക കൂടി വിഴുങ്ങിയിട്ട് ശങ്കർ എണീറ്റ് അവൻ്റെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. എന്നെ തോൽപ്പിച്ചെന്നുള്ള ഊറ്റമുണ്ടാകും നിനക്ക്. എന്തിന്? പ്രതാപ് ചിരിക്കാൻ ശ്രമിച്ചു. അറിയില്ലേ, നിനക്ക് 10ാം നമ്പർ ജേഴ്സി കോച്ച് കഞ്ഞി തന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ നിങ്ങൾ തമ്മിൽ ഏതാണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന്. ഇന്ന് എനിക്കത് ഉറപ്പാവുകയും ചെയ്തു. ശങ്കർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തെന്നാണ്? ഒന്നും ചെയ്തില്ല. പാവങ്ങൾ. എന്നെ മനഃപൂർവ്വം അയാൾ പുറത്താക്കിയതല്ലേ, നിന്നെ ഷൈൻ ചെയ്യിക്കാൻ. അതേതായാലും സാധിച്ചല്ലോ. കഞ്ചാവ് ലഹരി അവന് ശരിക്കും ഏറ്റിരുന്നു. ഒക്കെ ശങ്കറുടെ തോന്നലുകൾ മാത്രമാണ്. നമ്മുടെ ജയത്തിൽ ഏറെ സന്തോഷിക്കേണ്ടത് ക്യാപ്റ്റനായ ശങ്കറല്ലേ? ക്യാപ്റ്റൻ? ഹോ, അതും നിനക്ക് തന്നെ തരാനായിരിക്കും ആ കിളവൻ്റെ മനസ്സിൽ.
കോച്ച് കാർലോസും മറ്റു കളിക്കാരും ഈ സംഭാഷണം കേട്ടുകൊണ്ട് അവിടേക്ക് വന്നു. എന്താണിവിടെ? എന്തായാലെന്താ എന്ന് പിറുപിറുത്തുകൊണ്ട് ശങ്കർ ഇറങ്ങിപ്പോയി. പിന്നാലെ കൂട്ടുകാരും. ആ പോക്ക് നോക്കി കാർലോസ് അല്പനേരം നിന്നു. പിന്നെ തിരിഞ്ഞ് പ്രതാപിനോട് പറഞ്ഞു, താൻ ഇതൊന്നും കാര്യമാക്കണ്ട. അവന് ശരിക്കും അസൂയ. അവന് കഴിയാത്തത് മറ്റൊരാൾക്ക് കഴിയുന്നു എന്നുള്ള അസൂയ. പ്രതാപ് ഒന്നും പറയാതെ വേഷം മാറി യാത്രയ്ക്ക് തയ്യാറായി. അടുത്ത പ്രഭാതം. കൊച്ചേട്ടാ, ഇത് കണ്ടോ? ഇളയപ്പങ്ങൾ സാവിത്രി വന്ന് കുലുക്കി വിളിച്ചപ്പോഴാണ് പ്രതാപ് കണ്ണു തുറന്നത്. എന്താടി? കൊച്ചേട്ടൻ്റെ ഫോട്ടോ കണ്ടോ? അവൾ പത്രം നീട്ടി. എവിടെ നോക്കട്ടെ? അവൻ പത്രം വാങ്ങി. മുൻപേജിൽ തന്നെ ഫോട്ടോയും വാർത്തയുമുണ്ട്. പോലീസിൻ്റെ രക്ഷകൻ എന്നാണ് ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ശങ്കറുടെ അഹങ്കാരത്തെക്കുറിച്ചും പൊതുജനങ്ങളെ വലതുകൈയുടെ നടുവിരൽ ഉയർത്തി കാണിച്ചതിനെ പറ്റിയുമൊക്കെ ഉണ്ടായിരുന്നു. സ്പോർട്സ് മന്ത്രിയുടെ അനന്തരവനായതിനാലാണ് എല്ലാവരും അവൻ്റെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതെന്ന് പത്രങ്ങൾ തുറന്നെഴുതിയിരുന്നു. പ്രതാപിനെ അവസാന നിമിഷം ഇറക്കിയതുകൊണ്ട് മാത്രമാണ് വിജയമെന്നും എഴുതാൻ അവർ മടിച്ചില്ല. പ്രതാപിൻ്റെ വൃദ്ധരായ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ ഈ വാർത്തകൾ വായിച്ച് പുളകം കൊണ്ടു. ഒരിക്കലും വയറു നിറയെ ഭക്ഷണം കഴിക്കാനില്ലാതിരുന്ന റെയിൽവേ പുറമ്പോക്കിലെ ഒരു കുടിലിലായിരുന്നു പ്രതാപിൻ്റെ ജനനം. 5 സഹോദരിമാർക്ക് ഏക സഹോദരൻ. 4 പെൺകുട്ടികൾ, പ്രതാപിനേക്കാൾ മുതിർന്നവരും സാവിത്രി ഏറ്റവും ഇളയതും. സഹോദരിമാരെ ആരെയും ഇനിയും കെട്ടിച്ചയച്ചിട്ടില്ല. മറ്റു കുടിലുകളിലെ കുട്ടികളുടെ കൂടെ വൈക്കോൽ ചുരുട്ടിയുണ്ടാക്കുന്ന പന്തിൽ കളിച്ചായിരുന്നു തുടക്കം. കൂലിപ്പണിക്ക് പോയി അച്ഛനമ്മമാർ അവനെ സ്കൂളിൽ അയച്ചു. അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന് അവൻ്റെ ഇന്നത്തെ ഈ വളർച്ചയിൽ നല്ലൊരു പങ്കുണ്ട്. അവനിൽ ഉറങ്ങിക്കിടന്നിരുന്ന വാസനയെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. 10ാം തരം ക്ലാസ്സോടുകൂടി പാസ്സായി അവൻ കോളേജിലെത്തി. ആദ്യ വർഷം തന്നെ കോളേജ് ടീമിൽ അംഗമായി. അതൊരു നല്ല തുടക്കമായിരുന്നു. പിന്നീട് ഇതുവരെ പരാജയം തന്ന പ്രതാപ് പറഞ്ഞിട്ടില്ല. കാപ്പി കുടിക്കടാ. മൂത്ത ചേച്ചി ഒരു ഗ്ലാസ് കടും കാപ്പിയുമായി വന്നപ്പോഴാണ് അവൻ പത്രത്തിൽ നിന്നും തലയുയർത്തിയത്. അറിയാതെ നോട്ടം ചേച്ചിയുടെ ശിരസിലേക്ക് പാളി വീണു. അവിടെ വെള്ളി രേഖകൾ. പ്രതാപിന് വല്ലായ്മ തോന്നി. ചേച്ചിക്ക് ഇപ്പോൾ 40 വയസ്സെങ്കിലും ആയിക്കാണും. ഇന്നും മാംഗല്യം ഒരു സ്വപ്നമായി മാത്രം കൊണ്ടു നടക്കുന്നവൾ. അവൻ കാപ്പി വാങ്ങി. രേണുക പുറത്തേക്ക് പോയി. കാപ്പി ഊതി കുടിക്കുമ്പോൾ അമ്മ കടന്നു വന്നു. മകൻ്റെ അരികിൽ കിടക്കയോട് ചേർന്നിരുന്നു. ഞങ്ങൾ ക്ലബിലെ ടിവിയിലൂടെ നിന്റെ കളി കണ്ടടാ, അഭിമാനത്തോടെ ആ അമ്മ അറിയിച്ചു. പ്രതാപിൻ്റെ ശരീരത്തിൽ കുളിരുണ്ടായി. കുറച്ചപ്പുറത്തെ ബാപ്പുജി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിൽ ടി ഉണ്ട്. അമ്മേ, പ്രതാപ് വിളിച്ചു. മുഖ്യമന്ത്രി കളിക്കാർക്ക് 50,000 രൂപ വീതം അവാർഡായി തരുന്നുണ്ട്. ആ പണം കിട്ടിയാലുടനെ നമുക്ക് രേണുക ചേച്ചിയുടെ വിവാഹം നടത്തണം. മോനെ. ആ അമ്മയുടെ മിഴികൾ നിറഞ്ഞു. ഒരേപോലെ വളർന്നു നിൽക്കുന്ന 4 പെൺകുട്ടികൾ. അവരിൽ ഒരാളുടെയെങ്കിലും കഴുത്തിൽ താലി കെട്ടുന്നത് കാണുവാനുള്ള അദമ്യമായ ആഗ്രഹം ആ വൃദ്ധയുടെ മനസ്സിൽ ഉറഞ്ഞുകൂടിയിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. എടാ പ്രതാപേ, അവൻ എണീറ്റില്ല ഇതുവരെ. പുറത്തെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവനെ ആളെ പിടികിട്ടി. പഞ്ചു, അവൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്. 10ാം ക്ലാസ് വരെ ഒരുവിധം തട്ടിമുട്ടിപ്പോയി. പിന്നെ ആയുധം താഴെ വെച്ചിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിലെ കിളിയാണ്. അളിയോ, അവനകത്തേക്ക് കയറി വന്നു. പ്രകടന കലക്കി. എന്തൊരു ഷൂട്ടായിരുന്നടാ. അവൻ കിടക്കയിൽ നിന്ന് പ്രതാപിനെ വലിച്ചുപൊക്കി. അങ്ങനെ അങ്ങ് കിടന്നാലോ? അമ്മ പുറത്തേക്ക് പോയി. അളിയനെ തട്ടി വീഴ്ത്തി കഴിഞ്ഞപ്പോൾ തറയിൽ കിടന്നൊരു കളി കളിച്ചല്ലോ. ഞാൻ പോലും അത്രയും ചിന്തിച്ചിരുന്നില്ല. ആ അതേടാ, നിനക്ക് ഗുരുത്തമുണ്ട്. എൻ്റെ കാൽക്കൽ വെച്ച വെറ്റിലായി അടക്കയും പിഴവ് പറ്റിയിട്ടില്ല. എങ്ങനെ? ഓക്കെ, റൈറ്റ്. അതങ്ങ് ഫുട്ബോളിൽ നിൽക്കുമ്പോൾ പ്രതാപ് ചിരിച്ചു. നീ വരുന്നില്ലേ പുറത്തേക്ക്? ഞാനിനി ലീവ് എടുത്തിരിക്കുക. എല്ലാവർക്കും നിന്നെക്കുറിച്ചേ പറയാനുള്ളൂ. റെയിൽവേക്ക് അപ്പുറത്തുള്ള കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേർ മുഴുവൻ അളിയനെ അഭിനന്ദിക്കാൻ കാത്തിരിക്കുകയാ. എൻ്റെ ദൈവമേ, എന്താടാ? എല്ലാവരുടെയും അഭിനന്ദനം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാകുമോ? സംശയമാണ്. പ്രതാപ് രാവിലെ ഒന്ന് കുളിച്ചു ഭക്ഷണം കഴിച്ചിട്ട് വേഷം മാറി പഞ്ചുവിനോടൊപ്പം ഇറങ്ങി. അവരുടെ കൂട്ടുകാരുടെ വീടുകളിലും മറ്റും കയറി ഇറങ്ങിയായിരുന്നു ആ യാത്ര. നീ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞിരുന്നാൽ പോരാ, കളിക്കാൻ കഴിയണം. അങ്കിൽ ഞാൻ. ശങ്കർ വല്ലാതെയായി. കളി മുഴുവൻ സമയം ഞാനും കണ്ടതാ. ശരിക്കും പറഞ്ഞാൽ ആ പ്രതാപ് എന്തൊരു കളിയായിരുന്നു. അല്ലെങ്കിലും എൻ്റെ കാര്യം വരുമ്പോൾ അങ്കിൾ എങ്ങനെയാ? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷൻ കണ്ണട നേരെ വെച്ചു. ഇനി എന്തായാലും അവനെ കളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ജനങ്ങൾ ഞങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോൾ ഞാൻ ടീമിൽ നിന്ന് പുറത്തു പോയാലും വേണ്ടില്ല എന്നർത്ഥം. അതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ടീമിലെ ഏറ്റവും നല്ല കളിക്കാരനെ കളിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ തക്കതായ കാരണം ഉണ്ടാക്കിയാൽ അവനെ ടീമിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ലേ? അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് വിലക്ക് കൊടുക്കാനാവില്ലേ? സ്വതേ ചെറിയ കണ്ണുകൾ കുറേ കൂടി ചെറുതാക്കി സ്പോർട്സ് മന്ത്രി അനന്തരവനെ തുറച്ചു നോക്കി. വെറുതെ ഒരു മനുഷ്യനെ ചതിക്കണോ? വേണം. ഒന്ന് നശിച്ചെങ്കിലേ മറ്റൊന്നിന് വളമാകൂ. മന്ത്രി മിണ്ടിയില്ല. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ട അവനെ സ്വന്തം മകനായി തന്നെയാണ് അദ്ദേഹം വളർത്തിയത്. കാരണം മന്ത്രിപത്നിക്ക് ഒരു കുട്ടിക്ക് ജന്മം നൽകാനുള്ള കഴിവുണ്ടായിരുന്നില്ല.
മന്ത്രിയുടെ മൗനം ശങ്കറിന് ഉത്തേജക മരുന്നായി. അവൻ്റെ കുടില ബുദ്ധിയിൽ പല തന്ത്രങ്ങളും തെളിയുവാൻ തുടങ്ങി. ഐസ്ക്രീം പാർലറിൻ്റെ മൂലയിൽ അവർ ഇരുന്നു, പ്രതാപും മീരയും. വൈകിട്ട് ഒരു വിധത്തിൽ പഞ്ചുവിനെ ഒഴിവാക്കിയാണ് അവൻ അവിടെ എത്തിയത്. മാസങ്ങൾക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച. കോച്ചിങ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നിയമങ്ങൾ കഠിനമാണ്. തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ആരും പുറത്തു പോയിക്കൂടാ എന്നതാണ് കോച്ച് കാർലോസിൻ്റെ നിർദ്ദേശം. പിന്നെ വല്ലപ്പോഴും വീണുകിട്ടുന്ന ഇത്തരം അവസരങ്ങളാണ് പ്രതാപിനും മീരയ്ക്കും ആകെയുള്ളത്. ഐസ്ക്രീം നാവിൽ വെച്ചുകൊണ്ട് അവൾ വിടർന്ന മിഴികളോടെ അവനെ നോക്കി. മനോഹരിയായിരുന്നു മീര. സ്നേഹത്തിൻ്റെ നിറകുളം. സൗന്ദര്യവും ദയവും ഒത്തിണങ്ങിയവരെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മീര അത്തരത്തിലായിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? പ്രതാപ് തിരക്കി. ഇന്നലെ ഞാനും ഉണ്ടായിരുന്നു അവിടെ. എവിടെ? തിങ്ങി നിറഞ്ഞ ഗ്യാലറിയിൽ. ഓ, അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ തലയ്ക്ക് കുലുക്കിക്കൊണ്ട് തലമുടി പിന്നോട്ടൊതുക്കി. നാളെ മുതൽ ഗോൾഡ് കപ്പിന് വേണ്ടിയുള്ള കോച്ചിങ് തുടങ്ങുകയാ. അത് കേട്ടതേ അവളുടെ മുഖം വാടി. ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും ഒരാഴ്ച ഉണ്ടാവുമെന്ന്. അവൻ ചിരിച്ചു. അങ്ങനെ കാണുന്നത് കുഴപ്പമാ. മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ പ്രേമിക്കുന്നെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നീട് ഞാനും ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഇന്നലെയും രാത്രിയിൽ ഡാഡി പ്രതാപിനെ പുകഴ്ത്തി സംസാരിക്കുക കൂടി ചെയ്തു. പോലീസ് ടീമിൻ്റെ മുത്താണ് പോലും പ്രതാപ്. അവളും ചിരിച്ചു. കാര്യമൊക്കെ ശരിയാ. മാങ്ങയുടെ പുളി അറിയണമെങ്കിൽ അണ്ടിയോടെടുക്കണം. പിന്നെ ഏറെ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് അവർ പിരിഞ്ഞത്. പ്രതാപ് ബാബുജി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിലെത്തി കുറേ നേരം ഇരുന്നു. പഞ്ചുവും മറ്റും അവിടെ ഉണ്ടായിരുന്നു. നേരം ഇരുട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ഇറങ്ങുകയാ. പ്രതാപ് എണീറ്റു. ഞാൻ കൂടി വരാളിയാ കൂട്ടിന്. വേണ്ടടാ, ഞാൻ പോയിക്കോളാം. അവൻ വേഗം ഇരുട്ടിലൂടെ നടന്നു. വെളുപ്പിനെ യാത്ര തിരിക്കാനുള്ളതാണ്. റെയിൽവേ ട്രാക്കിനരികിലേക്ക് പോകുന്ന ഇടുങ്ങിയ റോഡിലെത്തിയപ്പോൾ പൊടുന്നനെ പിന്നിൽ നിന്നും ഒരു വാഹനം പാഞ്ഞു വന്ന് അവൻ്റെ അരികിൽ ബ്രേക്ക് ചെയ്തു. ഒരു ജീപ്പ്. പ്രതാപ് ഒരു വശത്തേക്ക് ഒഴിഞ്ഞു. പെട്ടെന്ന് ജീപ്പിൽ നിന്ന് 4-5 പേർ ചാടിയിറങ്ങി. നീ അല്ലടാ ഫുട്ബോൾ കളിക്കാരൻ പ്രതാപ്? നീ വലിയ ഗോളടി വീരനാണ് അല്ലടാ? പ്രതാപ് നടുങ്ങി. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇനി അവൻ ഗോളടിക്കുന്നതെന്ന് കാണട്ടെ. നോക്കി നിൽക്കാതെ അടിച്ചൊടിക്കടാ അവൻ്റെ കാലുകൾ. കൂട്ടത്തിൽ ആരോ അലറി. അവർ തൻ്റെ നേരെ ഓടിയെടുക്കുന്നത് വല്ലാത്തൊരു ഞെട്ടലോടെ പ്രതാപ് കണ്ടു. അവരുടെ കൈകളിൽ ഇരുമ്പ് വടി പോലെ തോന്നിക്കുന്ന എന്തൊക്കെയോ ഇരിപ്പുണ്ടായിരുന്നു. അവർ തന്നെ അടിച്ചു കൊല്ലുമെന്ന് പ്രതാപിന് ഉറപ്പായി. ഇത്രയും പേരോട് പിടിച്ചു നിൽക്കാനും കഴിയില്ലെന്ന് അവനറിയാം. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. ഒറ്റയോട്ടമായിരുന്നു. വിടരുതവനെ. പിന്നിൽ ഗർജനം. തനിക്കറിയാവുന്ന ഓടുവഴികളിലൂടെ അവൻ ഓടി. പിന്നിൽ കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഒരു വിധത്തിൽ അവൻ റെയിൽവേ ട്രാക്കിനരികിലെത്തി. വടക്കുനിന്നും ഒരു ട്രെയിൻ പാഞ്ഞു വന്നു. അവിടെ വെളിച്ചം പരന്നു. അപ്പുറം കടക്കാൻ കഴിഞ്ഞില്ല. ട്രെയിൻ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. അവൻ തിരിഞ്ഞു നോക്കി. തൊട്ടു പിന്നിൽ കാളക്കൂറ്റിനെ പോലെ ഒരാൾ. ഒഴിഞ്ഞു മാറുവാൻ അവസരം കിട്ടിയില്ല. അടി വീണു. പ്രതാപിൻ്റെ നിലവിളിക്ക് ട്രെയിനിൻ്റെ ശബ്ദത്തിൽ ലയിച്ചു ചേർന്നു. ബാക്കിയുള്ളവരും ഓടിയെത്തി. പ്രതാപിന് തറയിൽ നിന്ന് എണീക്കാൻ കഴിഞ്ഞില്ല. ട്രെയിൻ കടന്നുപോയി. തൊട്ടപ്പുറത്തെ ഗേറ്റ് കീപ്പർ അവൻ്റെ നിലവിളി കേട്ടു. റോഡിലൂടെ വന്ന ചില കാൽനടക്കാരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നിലവിളി കേട്ട ഭാഗത്തേക്ക് കുതിച്ചു. അവർ വിചാരിച്ചത് ആരെയോ ട്രെയിൻ ഇടിച്ചു എന്നാണ്. അവർ ഓടിയെടുക്കുന്നത് അക്രമികൾ കണ്ടു. വരിൻ! അവർ ഇരുളിലേക്ക് ഊളിയിട്ടു. ഓടിയെത്തിയവർ ആ രംഗം കണ്ട് അമ്പരന്ന് പോയി. ഗേറ്റ് കീപ്പർ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ആളിനെ മനസ്സിലാക്കി. ഇത് പ്രതാപനല്ലേ? തിരിച്ചറിയാത്ത വിധത്തിൽ ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അവൻ. ചെറിയ ഞരക്കം മാത്രമുണ്ട്. വെള്ളം. പ്രതാപ് കണ്ണൂർ തുറക്കുമ്പോൾ അരികിൽ കോച്ച് കാർലോസ് ഇരിക്കുന്നതാണ് കണ്ടത്. താൻ ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലാക്കുവാൻ അവന് ഏതാനും നിമിഷങ്ങൾ വേണ്ടി വന്നു. എന്താണ് ഉണ്ടായതെന്ന് അവന് നേരിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. ആദ്യം ഏറ്റ അടികൊണ്ട് തന്നെ തലയ്ക്ക് മരവിപ്പ് ബാധിച്ചു കഴിഞ്ഞിരുന്നു. പ്രതാപ്, കാർലോസ് മെല്ലെ വിളിച്ചു. അവൻ മൂളി. ഒപ്പം തന്നെ ആ കണ്ണുകൾ നിറയുകയും ചെയ്തു. മുറിയുടെ വാതിൽക്കൽ പോലീസുകാർ കാവൽ നിൽപ്പുണ്ടായിരുന്നു. ഈ അവസ്ഥയിലും നിന്നോട് എനിക്കൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. പ്രതാപ് കാതോർത്തു. നിനക്ക് ഹെഡ് കോൺസ്റ്റബിളായി പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. ഇത്രയും നാൾ അവൻ കോൺസ്റ്റബിൾ റാങ്കായിരുന്നു. അവൻ്റെ മുഖത്തൊരു തെളിച്ചമുണ്ടായി. എങ്ങനെയായിരുന്നു മോനെ സംഭവം? അവർ 4-5 പേരുണ്ടായിരുന്നു. ഞാൻ ഫുട്ബോൾ കളിക്കുന്നതിനോട് എതിർപ്പുള്ളവർ. ഞാൻ അവർക്ക് പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെട്ടതാണ്. പക്ഷേ അപ്പോൾ ആ ട്രെയിൻ വന്നതാണ് കുഴപ്പമായത്. തനിക്ക് ഓർമ്മയുള്ള സംഭവം അവൻ ചുരുക്കി പറഞ്ഞു. ജീപ്പിൻ്റെ നമ്പർ നോട്ട് ചെയ്തിരുന്നോ? അതിനുള്ള സാവകാശം കിട്ടിയില്ല. കാർലോസ് ചിന്തിച്ചിരുന്നു. ഇത് അത്ര ചെറിയ സംഭവമായി അദ്ദേഹത്തിന് തോന്നിയില്ല. ആസൂത്രിതമായ ഒരു നീക്കം തന്നെയുണ്ട് ഇതിന് പിന്നിൽ. 24 മണിക്കൂറിനുള്ളിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ വളരെ അസ്വസ്ഥനാണ് അദ്ദേഹം. 1 മണിക്കൂർ മുമ്പും നിനക്ക് ബോധം വീണ് കിട്ടിയോയെന്ന് എന്നോട് അദ്ദേഹം ഫോണിലൂടെ തിരക്കിയിരുന്നു. മീരയും ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അവൻ ചിന്തിച്ചു. പിന്നെ പെട്ടെന്നെന്തോ ഓർമ്മിച്ചിട്ട് എന്ന വണ്ണം അവൻ കാർലോസിനെ നോക്കി തിടുക്കത്തിൽ വിളിച്ചു. സാർ. എന്താ മോനെ? എൻ്റെ കാലുകൾക്ക് എന്തെങ്കിലും കുഴപ്പം? ദൈവം രക്ഷിച്ചു. നിൻ്റെ കാലുകൾക്ക് യാതൊരു കുഴപ്പവുമില്ല. പ്രതാപിന് അതിരിൽ കവിഞ്ഞ ഒരാഹ്ലാദവും ഉണ്ടായിരുന്നില്ല.
ശിരസിനുണ്ടായ മുറിവ് ഉണങ്ങിക്കൊള്ളും. എന്നാൽ ഒരു ഫുട്ബോളറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാലുകൾക്കാണ് ഏറെ പ്രാധാന്യം. സർക്കിൾ ഇൻസ്പെക്ടർ വില്യംസും ഏതാനും കോൺസ്റ്റബിൾസും കടന്നു വന്നു. കാർലോസ് എണീറ്റ് പുറത്തേക്ക് പോയി. വില്യംസ് പ്രതാപിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഹോസ്പിറ്റലിന് മുന്നിൽ സൈറൻ ഇട്ടുകൊണ്ട് ഒരു പോലീസ് ജീപ്പും അതിന് തൊട്ടു പിന്നാലെ ബെൻസ് കാറും വന്നു നിന്നു. പോലീസുകാർ പെട്ടെന്ന് പുറത്തിറങ്ങി. അവിടെ നിന്നിരുന്ന ആൾക്കാരുടെ നെറ്റി ചുളിഞ്ഞു. കാക്കിക്കുപ്പായങ്ങൾക്ക് പകരം നീല നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു അവർക്ക്. കയ്യിൽ യന്ത്രത്തോക്കുകൾ. ബ്ലൂ കാറ്റ്സ്, ആരോ പിറുപിറുത്തു. അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് മാത്രമായി രൂപം കൊടുത്താണ് ബ്ലൂ കാറ്റ്സിന്. ബെൻസ് കാറിന്റെ പിൻസീറ്റിൽ നിന്ന് മുഖ്യമന്ത്രി ശിവദാസനും മകൾ മീരയും ഇറങ്ങി. മുൻസീറ്റിൽ നിന്നും യന്ത്രത്തോക്കെത്തിയ മറ്റൊരാളും. അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് നടന്നു. പ്രതാപിന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്ന CI വില്യംസും മറ്റും തൊട്ടുപിന്നിൽ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒന്ന് പെരുങ്ങി. എങ്കിലും വേഗത്തിൽ അറ്റൻഷനായി നിന്ന് സല്യൂട്ട് ചെയ്തു. സർ. മുഖ്യമന്ത്രിയുടെ കണ്ണുകൾ CIയുടെ മുഖത്ത് തറഞ്ഞു. അക്രമികളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ? സർ, തേടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒന്ന് അമർത്തി മൂളി. കാർലോസ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. അദ്ദേഹം പ്രതാപിന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കസേരയിലിരുന്നു. തൊട്ടുപിന്നിൽ അയാളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് മീരയും. അപ്പോൾ അവർ അപരിചിതത്വം ഭാവിച്ചു. മുറിയുടെ വാതിൽക്കൽ ബ്ലൂ കാറ്റ്സ് കാവൽ നിന്നു. എങ്ങനെയുണ്ട് പ്രതാപ? മുഖ്യമന്ത്രി തിരക്കി. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇനി തനിക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. സർ. കുറ്റവാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തു നിന്നാണ് ആക്രമണമുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കി വേണ്ടത് ചെയ്യാം. അദ്ദേഹം തിരിഞ്ഞ് കാർലോസിനെ നോക്കി. നിങ്ങൾക്ക് ശത്രുവിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണകളുണ്ടോ? ടീമിനുള്ളിൽ എതിരാളിയിൽ ആരെങ്കിലും? കാർലോസിൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് ശങ്കറുടെ മുഖമാണ്. പക്ഷേ അവനിൽ നിന്നും ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. കാരണം മനസ്സിൽ വൈരാഗ്യം ഉണ്ടായിരിക്കാം. എന്നാലും ഒരു സഹപ്രവർത്തനോട് ഇങ്ങനെ പ്രതികാരം തീർക്കുമോ? കാർലോസ് പ്രതാപിനെ നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചു. എഴുതാത്തതൊന്നും പറയരുതേ എന്ന്. അങ്ങനെ ശത്രുക്കളായി ആരുണ്ടെന്ന് തോന്നുന്നില്ല സാർ. പിന്നെ മനുഷ്യരല്ലേ. ഒരാളുടെ ഉയർച്ചയിൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. പ്രതാപിൻ്റെ ഹോസ്പിറ്റൽ ചെലവിലേക്ക് ഞാൻ 10,000 രൂപ കൂടി നൽകുന്നുണ്ട്. താങ്ക് യു സാർ. മുഖ്യമന്ത്രിയുടെ പിന്നിൽ നിന്നിരുന്ന മീരയ്ക്ക് ഒന്നുറക്കെ പൊട്ടിക്കരയണമെന്ന് തോന്നിയതാണ്. തലയിൽ വച്ചുകെട്ടുമായുള്ള അവൻ്റെ കിടപ്പ് അവളുടെ ചങ്കു തകർന്നു. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടാകാമെന്ന് ആ മുഖം കണ്ടാൽ തോന്നുമായിരുന്നു. പ്രതാപിനത് മനസ്സിലായി. ആ പ്രതാപ്, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെൻ്റെ മകൾ മീര. തൻ്റെ ഒരു ഫാനാണ് കേട്ടോ. മീര കൈകൂപ്പി. പ്രതാപ് ചിരിച്ചു. ഏതാണ്ട് 15 മിനിറ്റോളം അവിടെ കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി തിരിച്ചുപോയത്. വാതിൽക്കൽ എത്തിയപ്പോൾ മീര ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. കാർലോസ് കാണാതെ പ്രതാപ് കണ്ണിറുക്കി. പോലീസ് ടീമിൽപ്പെട്ട കളിക്കാരിൽ ഒരാളൊഴികെയുള്ളവർ പ്രതാപിനെ കാണാനെത്തി. ശങ്കർ മാത്രം വന്നില്ല. കാർലോസ് അന്നത്തെ ദിവസം മുഴുവൻ അവൻ്റെ കിടക്കക്കരികിലായിരുന്നു. വിനോദാണ് പ്രതാപിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതും തിരിച്ചു കൊണ്ടുപോയതും. അമ്മയെ മാത്രം ഹോസ്പിറ്റലിൽ നിർത്തി. വാതിൽക്കൽ പോലീസുകാരുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. വീടിനടുത്ത് വെച്ചായിരുന്നു സംഭവമെങ്കിലും നേരം പുലർന്ന ശേഷമാണ് പ്രതാപിൻ്റെ വീട്ടുകാർ സംഗതി അറിഞ്ഞത്. റെയിൽവേ ട്രാക്കിനടുത്ത് നിന്നും എവിടെയോ പോയി മടങ്ങുകയായിരുന്ന ഒരു കാറിലാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. വിവരമറിഞ്ഞ ഉടനെ പോലീസ് പാഞ്ഞെത്തുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളറെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് വിചാരിച്ചാണ് പോലീസ് കാവൽ വേണമെന്ന് IG തീരുമാനിച്ചത്. അപരിചിതരായ ആരെയും മുറിയിൽ കയറ്റി വിടേണ്ടെന്നും ഉത്തരവിട്ടു. ഉച്ചയോടുകൂടി മുറിയിലേക്ക് ഓടിക്കയറി വന്ന പഞ്ചുവിനെയും സുഹൃത്തുക്കളെയും പോലീസ് തടഞ്ഞു. ഞങ്ങൾ പ്രതാപിൻ്റെ കൂട്ടുകാരാ, പഞ്ചു പറഞ്ഞു. അവനൊരു അപകടം ഉണ്ടായാൽ അത് ഞങ്ങൾക്ക് സംഭവിച്ചതുപോലെയാണ്. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ അപരിചിതരെ മുറിയിലേക്ക് കയറ്റി വിടരുതെന്നാണ് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ അപരിചിതരല്ലല്ലോ. എന്നാര് പറഞ്ഞു? ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളെന്തിനാ അറിയുന്നേ? നിങ്ങളല്ലല്ലോ പേഷ്യൻ്റ്. പോലീസുകാർ അവരെ തുറച്ചു നോക്കി. അപ്പോഴാണ് പഞ്ചു കണ്ടത് പ്രതാപിൻ്റെ അമ്മ കിടക്കക്കരികിലിരിക്കുന്നു. അമ്മച്ചിയെ, ഞങ്ങളാ. അമ്മ തിരിഞ്ഞു നോക്കി. പിന്നെ വാതിൽക്കൽ വന്ന പോലീസുകാരോട് പറഞ്ഞു, ഇവർ ഞങ്ങളുടെ പിള്ളേരെ സാറുമാരെ. പിന്നീടാണ് അവർക്ക് പ്രവേശനം കിട്ടിയത്. ഞാൻ കൂട്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ നീ വേണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നോടാ? പഞ്ചു അവനെ കുറ്റപ്പെടുത്തി. പ്രതാപ് ചിരിച്ചു. ഇനി വേണമെങ്കിൽ സാറുമാർ പോയിക്കോളൂ. ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ഒരുത്തനും ഇവിടെ ചലിക്കത്തില്ല. റാസ്കൽ. പോലീസുകാരുടെ ക്ഷമ നശിച്ചിരുന്നു. പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കിക്കോണം. പഞ്ചു ഭയന്ന് പോയി. അവൻ എന്തോ പറയാൻ ഭാവിച്ചു. പോലീസുകാർ ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാണിച്ചു. അധികം നേരം നിൽക്കാതെ പഞ്ചുവും കൂട്ടുകാരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. പ്രതാപും വിനോദും മാത്രം മുറിയിലുള്ള ഒരു അവസരം. എന്നാലും ആരായിരിക്കും ഇവിടെ പ്രതാപെ ഇത് ചെയ്തത്? സത്യം പറ, നിനക്ക് വല്ല സംശയവും തോന്നുന്നുണ്ടോ? ശങ്കർ അങ്ങനെ ചെയ്യിക്കുമോ? എനിക്ക് സംശയമില്ലാതെയില്ല. ഏതായാലും ഇനി എപ്പോഴും അവൻ്റെ മേൽ ഒരു കണ്ണു വേണം. ഗോൾഡ് ട്രോഫിക്ക് വേണ്ടി എനിക്ക് കളിക്കാൻ പറ്റുമോടാ? നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരു മാസം കൊണ്ട് നിന്റെ ആരോഗ്യം പൂർണ്ണമാകുമോ?
അടുത്ത വർഷവും വരുമല്ലോ ഗോൾഡ് ട്രോഫി. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നടാ. ഒരു കളിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു തവണ പരാജയപ്പെട്ടു എന്നർത്ഥം. വിഷമിക്കാതെടാ. വിനോദിനും വല്ലായ്മ തോന്നി. നിനക്ക് ഉടനെ ഇങ്ങനെ സംഭവിച്ചതിനാൽ കോച്ചിങ് തുടങ്ങുന്നത് 2 ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. നാളെ കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പിൽ ജോയിൻ ചെയ്യണം. വല്ലാത്ത നിരാശ തോന്നിയ പ്രതാപിന് ഒരു പോലീസുകാരൻ അകത്തേക്ക് വന്ന് അറിയിച്ചു, സ്പോർട്സ് മന്ത്രി വരുന്നു. ദിവസങ്ങൾ 4-5 കഴിഞ്ഞു. ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള കോച്ചിങ് ക്യാമ്പ് സജീവമായതിനാൽ കോച്ച് കാർലോസും കളിക്കാരുമെല്ലാം അവിടേക്ക് പോയി കഴിഞ്ഞിരുന്നു. പ്രതാപ് എല്ലാം ഓർത്തുകൊണ്ട് ആശുപത്രിയിൽ കഴിഞ്ഞു. ആ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന പ്രതാപിന് വല്ലാത്ത ഒരു തരം ആഘാതമായിരുന്നു. ഗോൾഡ് ട്രോഫി മത്സരത്തിൽ വെറും ഒരു കാഴ്ചക്കാരനായി പുറത്തിരിക്കേണ്ടി വരിക. ചിന്തിച്ചപ്പോൾ തന്നെ സമനില കൈവിട്ടു പോകുന്നത് അവനറിഞ്ഞു. അമ്മയാണ് ഇപ്പോഴും ആശുപത്രിയിൽ അവൻ്റെ ഒപ്പം. വീട്ടിൽ നിന്ന് ദിവസവും ആരെങ്കിലും വരും, ഇടയ്ക്കിടെ പഞ്ചുവും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ സ്പോർട്സ് മന്ത്രിയും അവനോട് പറഞ്ഞിരുന്നു, കുറ്റവാളികളെ ഉടനെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന്. പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ടും സംശയത്തിൻ്റെ പേരിൽ പോലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനിടെ ഒരു പത്രം എഴുതി ബംഗാളിലെ മാഫിയക്കാരാണ് പ്രതാപിനെ മർദ്ദിച്ചതെന്ന്. അവിടെ സംസ്ഥാനത്തെ തോൽപ്പിച്ചതിൻ്റെ പ്രതികാരമായി. പത്രം വായിച്ചപ്പോൾ പ്രതാപ് ചിരിച്ചുപോയി. സ്പോർട്സ് മാഗസിനുകളിലേക്ക് അവൻ്റെ വിവിധ ഭാവങ്ങളുള്ള കളർ ഫോട്ടോകൾ സ്ഥാനം പിടിച്ചു. ഒപ്പം അവനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകളും. ഇന്ത്യൻ മറഡോണയാണ് പ്രതാപനെന്ന് അവർ തുറന്നെഴുതി. അവൻ്റെ ഈ ഉയർച്ചയിൽ പലർക്കും അതൃപ്തിയുണ്ടെന്നും. 8-ാം ദിവസം പ്രതാപിൻ്റെ ശിരസിലെ സ്റ്റിച്ചുകൾ എടുത്തു. ഡോക്ടർ, എനിക്ക് ഈ ആഴ്ച തന്നെ പ്രാക്ടീസ് തുടങ്ങാമോ? അവൻ ആകാംക്ഷയോടെ തിരക്കി. നോ, ഡോക്ടർ വിലക്കി. 1 മാസത്തെ ബെഡ് റെസ്റ്റെങ്കിലും വേണം. പ്രതാപിൻ്റെ മുഖം മങ്ങി. ഡോക്ടർ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പ്രതാപിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്? ഒന്നും പറഞ്ഞില്ല. 10-ാം ദിവസം പ്രതാപിനെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലും പോലീസ് സംരക്ഷണം വേണോ എന്ന് CI വില്യംസ് വന്ന് തിരക്കി. വേണ്ട സാർ. ഉത്തരം കൊടുത്തത് പഞ്ചുവാണ്. ഇനി ഇവൻ്റെ നേരെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം. CI അവനെ ഒന്ന് നോക്കി. പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട സാർ, പ്രതാപം പറഞ്ഞു. അങ്ങനെ അവൻ വീട്ടിലേക്ക് മടങ്ങി. കൂട്ടുകാർ ആരെങ്കിലും ഒരാൾ മിക്കവാറും അവിടെ കാണും. അതുമാത്രമല്ല, പുറമ്പോക്കിലെ മറ്റ് വീടുകളിൽ ഉണ്ടായിരുന്നവർക്കും എപ്പോഴും ശ്രദ്ധയായി. ഇനി ആരെങ്കിലും വന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. അവരുടെ ഇടയിൽ നിന്നും ഒരു മനുഷ്യൻ ഉന്നതങ്ങളിലേക്ക് ഉയരുന്നതിൻ്റെ അഭിമാനമായിരുന്നു ഓരോരുത്തർക്കും. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഒരു ഉച്ചനേരത്ത് ഹെൽമറ്റ് ധരിച്ച ഒരു മനുഷ്യൻ ആ മുറ്റത്ത് ബൈക്ക് നിർത്തി. പ്രതാപും പഞ്ചുവും കൂടി വീടിൻ്റെ തിണ്ണയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. പഞ്ചു പെട്ടെന്ന് അരയിൽ നിന്നും കത്തി വലിച്ചെടുത്തു. വന്നിരിക്കുന്ന ആൾ ആരാണെന്ന് എങ്ങനെ അറിയും? ആഗതൻ ഹെൽമറ്റ് മാറ്റി. എന്താ പഞ്ചു ഇത്? താൻ എന്നെ കുത്തി മലർത്താൻ ഭാവിക്കുകയാണോ? ആളിനെ കണ്ടപ്പോൾ പഞ്ചു ചമ്മിപ്പോയി. CI വില്യംസ്. ഇരുവരും ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു. ഇങ്ങോട്ടിരിക്കാം സാർ. വേണ്ട, അതിനൊന്നും സമയമില്ല. ഇത് തരാനാണോ ഞാൻ വന്നത്? വില്യംസ് ഒരു കവർ പ്രതാപിന് നേരെ നീട്ടി. അവനത് വാങ്ങി തുറന്നു നോക്കി. 50,000 രൂപയുടെ ചെക്ക്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പണം. എങ്കിൽ ഞാൻ പോകട്ടെ സാർ. എന്തെങ്കിലും കുടിക്കാതെ പോലും. താങ്ക്സ്, ഇനിയൊരിക്കലാവട്ടെ. അയാൾ ബൈക്കിൽ കയറി. പഞ്ചുവാണ് ബോഡി ഗാർഡ് അല്ലേ? കൊള്ളാം. വില്യംസ് ചിരിച്ചു. അവരും അതിൽ പങ്കുചേർന്നു. ബൈക്ക് അകന്നു പോയി. ഇനി രേണുക ചേച്ചിയുടെ വിവാഹം വെച്ച് താമസിപ്പിച്ചുകൂടാ. അന്ന് തന്നെ അവൻ അച്ഛനോട് വിവരം പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ദല്ലാൽ രാഘവൻ അവിടെ എത്തി. കുറേ ഫോട്ടോകൾ കാണിച്ചു. കാര്യമൊക്കെ കൊള്ളാം, പ്രതാപ് പറഞ്ഞു. ചെറുക്കൻ നല്ല സ്വഭാവമുള്ളവനായിരിക്കണം. അതുപോലെ ആർഭാടങ്ങളൊന്നുമില്ലാതെയേ വിവാഹം നടക്കൂ. 10 പവൻ്റെ പൊന്ന് ചേച്ചിക്ക് കൊടുക്കും. മറ്റൊന്നും ഇവിടെ ഇല്ലെന്ന് രാഘവൻ ചേട്ടൻ അറിയാമല്ലോ. പിന്നെ എനിക്കറിയില്ലേ? വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചുകൊണ്ട് രാഘവൻ വെളുക്കെ ചിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. രാഘവൻ ഒരു പയ്യനെ കൊണ്ടുവന്നു. കണ്ടാൽ രേണുകയ്ക്കാണ് പ്രായക്കൂടുതലെന്ന് തോന്നുമായിരുന്നു. എന്നിരുന്നാലും വിവാഹം ഉടനെ ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ രേണുകയിലും കാര്യമായ മാറ്റങ്ങളുണ്ടായി. അവൾ അണിഞ്ഞൊരുങ്ങിയപ്പോൾ 5 വയസ്സെങ്കിലും കുറഞ്ഞതുപോലെയായി. പയ്യൻ്റെ പേര് അജയൻ. ഒരു ചെറിയ സ്റ്റേഷനറി കട നടത്തുന്നു. ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായി. അജയൻ്റെ വീട്ടിലാണെങ്കിൽ പറയത്തക്ക പ്രാരാബ്ദങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയും ഒരു ചേച്ചിയും. ഉള്ള വസ്തുവിൽ പകുതിയിലധികം വിറ്റിട്ട് ചേച്ചിയെ കെട്ടിച്ചയക്കാം. ഇനി 15 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടുമുണ്ട്. പ്രതാപും അച്ഛനും കൂടി അവിടെ നിന്ന് പോയി. ചുറ്റുപാടുകൾ കൊള്ളാം. വളരെ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നിശ്ചയിച്ചു. ഉപേക്ഷിക്കാൻ സാധിക്കാത്ത 4-5 പേരെ മാത്രം ക്ഷണിച്ചു. രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് വിവാഹം. പിന്നെ റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് ചായ സൽക്കാരം. വിവാഹ ദിവസം അടുത്തു. വീട്ടിലുള്ളവർക്കെല്ലാം പ്രതാപ് പുത്തൻ തുണിത്തരങ്ങൾ എടുത്തു. രേണുകയ്ക്ക് ആഭരണങ്ങളും. വിവാഹത്തിൻ്റെ തലേ ദിവസം മുറ്റത്തൊരു ഓട്ടോറിക്ഷ വന്നു നിന്നു. പ്രതാപ് അപ്പോൾ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ഓട്ടോയിൽ നിന്നിറങ്ങിയ ആളിനെ കണ്ടപ്പോൾ അമ്പരന്ന് പോയി അവൻ. മീര. അവൻ ചുറ്റും പകച്ചു നോക്കി. എന്താ പ്രതാപ്, പ്രതീക്ഷിച്ചില്ല അല്ലേ? അവൾ ചിരിച്ചു. അമ്മ തിണ്ണയിൽ എത്തിക്കഴിഞ്ഞു. അവൻ പതറി. ആരാ മോനേത്? അമ്മ ചോദിച്ചു. എന്ത് മറുപടി പറയണമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ മീര എന്ന് പറഞ്ഞ് അവൾ അമ്മയുടെ അരികിലേക്ക് ചെന്ന് ആ കരം ഗ്രഹിച്ചു. ഞാൻ പ്രതാപിനെ ഒന്ന് കാണാൻ വന്നതാ. ഒരിക്കൽ ആശുപത്രിയിൽ വന്നിരുന്നു.
പ്രതാപിൻ്റെ പെങ്ങന്മാർ അവൾക്ക് ചുറ്റും കൂടി. താൻ ആരാണെന്ന് മാത്രം മീര വെളിപ്പെടുത്തിയില്ല. പ്രതാപിൻ്റെ കൂടെ പഠിച്ചതാണെന്ന് മാത്രം പറഞ്ഞു. മീര തൻ്റെ ഈ കുടിലേക്ക് വന്നതിൻ്റെ ജാള്യതക്കുറവൊന്നും ആയിരുന്നില്ല പ്രതാപിന്. അവൻ എന്തു പറയണമെന്നറിയാതെ തളർച്ചയോടെ നിൽക്കുകയാണ്. അമ്മയ്ക്കും പെങ്ങന്മാർക്കും എന്തോ മനസ്സിലായതുപോലെ അവർ അകത്തേക്ക് വലിഞ്ഞു. എന്താ പ്രതാപേ, ഒരു ആദിത്യ മര്യാദ പോലുമില്ലാതെ നിൽക്കുന്നത്? ഒരു സ്വപ്നത്തിൽ നിന്നെന്നോണം അവൻ ഉണർന്നു. തിണ്ണയിലേക്ക് കയറി ഒരു കസേരയിൽ ഇരുന്നിട്ട് കുറ്റപ്പെടുത്തും പോലെ നോക്കി. എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാൻ വന്നുകൂടെ? പാടില്ലായിരുന്നു, അവൻ പറഞ്ഞു. ഒരു കത്തിട്ടിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനെ. ഇവിടെ മീര ആരെന്ന് പുറത്താരെങ്കിലും അറിഞ്ഞാൽ? എന്തിന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അറിഞ്ഞാലും മതി, നാളത്തെ പത്രങ്ങളിൽ വാർത്തയായിരിക്കും. അറിഞ്ഞെങ്കിലല്ലേ ഉള്ളൂ. അവൾ ചിരിക്കുകയാണ്. രേണുക ചായ കൊണ്ടുവന്നു. മീര അത് കഴിച്ചു. നാളെ ചേച്ചിയുടെ കല്യാണമാണ്, പ്രതാപ് അറിയിച്ചു. എന്നിട്ട് മുറ്റത്ത് പന്തലിടുന്നില്ലേ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നോട് ഒരക്ഷരം പോലും പറഞ്ഞില്ല. ആ സ്വരത്തിൽ പരിഭവം. ആരെയും ക്ഷണിക്കാൻ പാകത്തിലുള്ള വിവാഹമൊന്നുമല്ല മീര. രജിസ്റ്റർ കച്ചേരിയിൽ വെച്ചാണ് ചടങ്ങ്. 4-5 പേർ കാണും, അത്ര തന്നെ. മീരയുടെ അച്ഛൻ തന്ന 50,000 രൂപയുടെ ക്യാഷ് അവാർഡ് കൊണ്ടാണ് കാര്യം നടത്തുന്നത്. എങ്ങനെയുള്ള വിവാഹമായിരുന്നെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നു. എന്നെ പ്രതാപ് ഇപ്പോഴും അന്യയായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ കുറേ നേരം അവർ സംസാരിച്ചിരുന്നു. അവസാനം മീര എണീറ്റു. ഒന്ന് നേരിൽ കാണണമെന്ന ആശ കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ കിടന്ന് പിടയുന്നു. അതുകൊണ്ടാണ് വന്നത്. അവൾ വന്ന ഓട്ടോറിക്ഷയ്ക്കരികെ തിരികെ പോയി കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങന്മാരും അവൻ്റെ മുന്നിലെത്തി. ഏതാ ചേട്ടാ പെണ്ണ്? സാവിത്രിയാണ് ചോദിച്ചത്. അവൻ തിരിഞ്ഞു നോക്കി. എല്ലാ മുഖങ്ങളിലും കള്ളച്ചിരി. അതൊക്കെയുണ്ട് പറഞ്ഞിട്ട് അവ ഇറങ്ങി ഒരു നടത്തം വെച്ച് കൊടുത്തു. രേണുകയുടെ വിവാഹം കഴിഞ്ഞു. അവൾ ഭർത്താവിൻ്റെ വീട്ടിലായി. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന ദിവസം ആഗതമായി. വമ്പൻ ടീമുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ എന്ന് തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലെയേഴ്സിനെ അണിനിരത്തുന്ന കൽക്കത്തയിലെ പേരുകേട്ട ക്ലബ്ബുകളും രംഗത്തുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ 3 ടീമുകളുണ്ട്. കേരള പോലീസും KSEBയും കിരൺ ബ്രദേഴ്സ് എന്ന പുതിയ ക്ലബ്ബും. മത്സരം ഗോവയിൽ വച്ചായിരുന്നതിനാൽ കളിക്കാരും കോച്ചും അവിടേക്ക് പോയി കഴിഞ്ഞിരുന്നു. പോലീസ് ടീമിൻ്റെ ലിസ്റ്റ് പത്രങ്ങളിൽ വന്നു. ശങ്കർ തന്നെയാണ് ക്യാപ്റ്റൻ. ഫിക്സർ കണ്ടപ്പോഴാണ് പ്രതാപ് ശരിക്കും ഞെട്ടിപ്പോയത്. കരുത്തന്മാരായ പഞ്ചാബുമായിട്ടാണ് പോലീസിൻ്റെ ആദ്യ മത്സരം. ബി പൂളിൽ പോലീസിൻ്റെ എതിരാളികളെല്ലാം തന്നെ മികച്ചവർ. ആകെ 24 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. കളിയുടെ തലേദിവസം ക്യാപ്റ്റൻ ശങ്കറിൻ്റെ അഭിപ്രായം പത്രത്തിൽ വന്നു. മികച്ച കളിക്കാരിൽ ഒരാൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് കരുതി പോലീസ് ടീം അത്ര വേഗം തോറ്റുകൊടുക്കില്ല. പരിചയസമ്പന്നതയും വേഗതയേറിയ നീക്കങ്ങളുമുള്ള കളിക്കാർ ടീമിലുണ്ട്. ഇത്തവണ ഗോൾഡ് കപ്പുമായിട്ടല്ലാതെ മടക്കയാത്രയില്ല. അവൻ്റെ തുറന്നടിച്ചുള്ള അഭിപ്രായം പ്രതാപിന് ഇഷ്ടമായില്ല. ഏത് മികച്ച കളിക്കാരനാണെങ്കിലും ഒരിക്കലും ഇങ്ങനെ പറയുവാൻ പാടുള്ളതല്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് തീർച്ചയായും അട്ടിമറികളുടെ കലയാണ്. ഏത് വമ്പൻ ടീം പോലും നിരപരിശാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുൻവിധിയോടെ ഒരിക്കലും ഗ്രൗണ്ടിൽ ഇറങ്ങിക്കൂടാ. ഗോൾഡ് കപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. 3-ാം ദിവസമായിരുന്നു കേരളത്തിൻ്റെ കളി. സന്ധ്യയായപ്പോൾ തന്നെ പ്രതാപും പഞ്ചുവുമെല്ലാം ബാപ്പുജി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിൻ്റെ വിശാലമായ ഹാളിൽ സ്ഥാനം പിടിച്ചു. പന്തുകളി കാണുന്നതിനായി അന്ന് പഞ്ചു ഉച്ചയായപ്പോൾ തന്നെ ബസ്സിൽ നിന്നിറങ്ങിയിരുന്നു. അന്ന് ക്ലബിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. TV ഓൺ ചെയ്തു കളി തുടങ്ങി. മുന്നേറ്റത്തിൽ നിരയിൽ വിനോദും അലക്സും ശങ്കറുമാണ്. ആദ്യ വിസിൽ മുഴങ്ങിയപ്പോൾ തന്നെ കളിയുടെ നിയന്ത്രണം പഞ്ചാബുകാർ ഏറ്റെടുത്ത പോലെ തോന്നി. 2 കുറിയ പാസുകൾ, പിന്നെ ഒരു ലോങ് പാസ്. ഈ ശൈലിയായിരുന്നു പഞ്ചാബിൻ്റേത്. ജോസ് അത് ലോങ് പാസിലൂടെ അലക്സിൻ്റെ കാൽക്കലെത്തിച്ചു. അലക്സ് വലത് വിങ്ങിലൂടെ പെനാൽറ്റി ഏരിയയ്ക്ക് അടുത്തെത്താറായ ശങ്കറിലേക്കും പാസ് നൽകി. ശങ്കറിൻ്റെ മുന്നിൽ പ്രതിരോധ നിരയിലെ ഒരാളും ഗോളിയും മാത്രം. അവൻ നീട്ടിയടിച്ചു. ഗോളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോയി. പക്ഷേ ഗോൾ പോസ്റ്റിന് ഉദ്ദേശം 3 മീറ്റർ അകലെ കൂടി പന്ത് കാണികൾക്കിടയിലെത്തി. പ്രതാപ് തലകുനിച്ചു. കളി തുടർന്നു. 15 മിനിറ്റുകൾ കഴിയും മുമ്പ് കേരളത്തിൻ്റെ നെറ്റ് ചലിച്ചു. സുഖ്വീന്ദർ സിംഗിൻ്റെ ഒരു ഉഗ്രനടി. പഞ്ചാബുമായുള്ള കളിയിൽ കേരള പോലീസ് ദയനീയമായി പരാജയപ്പെട്ടു. ഗോൾ നില 3-0. തകർന്ന മനസ്സോടെയാണ് പ്രതാപ് ക്ലബിൽ നിന്നിറങ്ങിയത്. ഇത്തരം ഒരു തോൽവി അവൻ സ്വപ്നം ചിന്തിച്ചിരുന്നില്ല. അഹങ്കാരത്തിൻ്റെ ഫലമാണിതെല്ലാം, പഞ്ചു പറഞ്ഞു. കപ്പുമായിട്ടല്ലാതെ കേരളത്തിലേക്കില്ല എന്നായിരുന്നു ക്യാപ്റ്റൻ്റെ വീരവാദം. അടുത്ത കളിക്ക് കൂടി തോറ്റാൽ ആദ്യ റൗണ്ടിൽ തന്നെ പോലീസിന് മടങ്ങേണ്ടി വരും. അടുത്ത കളി 5 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ്. അലിമാവോ ബ്രദേഴ്സുമായിട്ട്. കൽക്കത്തയിലെ ഏറ്റവും മികച്ച ക്ലബ്ബാണ് അലിമാവോ ബ്രദേഴ്സ്. പ്രതാപിനെ വീട്ടിലെത്തിച്ച ശേഷമാണ് പഞ്ചു മടങ്ങിയത്. രാത്രിയേറെയായിട്ടും പ്രതാപിന് ഉറക്കം വന്നില്ല. എത്രയൊക്കെയായിട്ടും തോൽവി അംഗീകരിക്കാൻ അവൻ്റെ മനസ്സ് തയ്യാറാകുന്നില്ല. പോലീസ് ടീം തോറ്റിട്ടില്ല, അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചു അവൻ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിലൊന്നായിരുന്നു ഗോൾഡ് ട്രോഫിയിൽ മുത്തമിടുക എന്നതെന്ന് അവൻ ഓർത്തു. ഇനി ഒരവസരം ഉണ്ടാവണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണം. രാത്രിയുടെ അവസാന യാമങ്ങളിൽ എപ്പോഴോ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറക്കം മെല്ലെ എത്തി. ഉണർന്നപ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. അന്നത്തെ പത്രം കണ്ടു. പോലീസ് ടീമിൻ്റെ പരാജയം മുൻപേജിൽ തന്നെ 4 കോളം വാർത്തയായിരുന്നു. ഒപ്പം ശങ്കറുടെ അഹങ്കാര രീതിയിലുള്ള അഭിപ്രായത്തെയും
അവർ ദുഷിച്ചെഴുതിയിരുന്നു. മിക്കവാറും അടുത്ത കളിയോടുകൂടി പോലീസ് ടീം കേരളത്തിൽ തിരികെ എത്തും എന്നതായിരുന്നു പത്രക്കാരുടെ അഭിപ്രായം. എന്നാൽ പ്രതാപ് ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ തോൽവി ഒഴിവാക്കപ്പെടുമായിരുന്നെന്നും അവർ എഴുതി പിടിപ്പിച്ചു. അത് വായിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ കുളിരുണ്ടായി. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. കേരളവും അലിമാവോ ബ്രദേഴ്സുമായുള്ള മത്സര ദിവസമായി. അന്നും പ്രതാപും പഞ്ചുവും ഒക്കെ ക്ലബിൽ ടിവിക്ക് മുന്നിലായിരുന്നു. എന്തു വന്നാലും വിജയം കണ്ടേ പറ്റൂ എന്ന അവസ്ഥയിലായിരുന്നു പോലീസ് ടീം. ഇത് അവരുടെ നിർണായക മത്സരമാണ്. പോരെങ്കിൽ KSCBയും കിരൺ പ്രദേശും ഓരോ കളിയിൽ ജയിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഹാഫ് ടൈമിന് മുമ്പ് ശങ്കർ ചുവപ്പ് കാർഡ് കൊണ്ട് പുറത്തുപോയി. അലിമാവോ ഡിഫറൻറ്റന്മാരിൽ ഒരാളുടെ കാൽ ചവിട്ടി ഒടിച്ചതായിരുന്നു കാരണം. മാത്രമല്ല അലിമാവോ ബ്രദേഴ്സ് 2 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. പ്രതാപ് എണീറ്റു. ഇനിയിരുന്നാൽ കേരള പോലീസിൻ്റെ നെറ്റിനുള്ളിൽ വീണ്ടും ഗോൾ വീഴുന്നത് കാണേണ്ടി വരും. നീ പോവുകയാണോ? മറ്റുള്ളവർ തിരക്കി. ആ. അവൻ ഇരുളിലൂടെ നടന്നു. പഞ്ചുവും കൂട്ടുവന്നു. കണക്കായി പോയി തോറ്റത്, അവൻ പറഞ്ഞു. അസഹ്യതയോടെ പ്രതാപൻ തിരിഞ്ഞു നോക്കി. നിനക്ക് വിഷമം തോന്നുമെന്നറിയാം, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശങ്കർ ഒരു പാഠം പഠിക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. എങ്കിലും പോലീസ് ടീമിൻ്റെ അഭിമാനത്തെ തകർത്തുകൊണ്ട് വേണോ ശങ്കറെ പാഠം പഠിപ്പിക്കേണ്ടത് എന്ന് പ്രതാപ് ചോദിക്കാൻ തുനിയതാണ്. പിന്നെ വേണ്ടെന്ന് വെച്ചു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ പോലീസ് ടീം മടങ്ങിയെത്തി. പത്രക്കാർ ശങ്കറെ ആവോളം താറടിച്ചു കഴിഞ്ഞിരുന്നു. അവനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റാതെ പോലീസ് ടീം രക്ഷപ്പെടുകയില്ലെന്നും കളിക്കാൻ അറിയാത്തവൻ ടീമിൽ ഇരിക്കുന്നത് സ്പോർട്സ് മന്ത്രിയുടെ അനന്തരവൻ എന്ന ലേബലിലാണെന്നും അവനെ പുറത്താക്കേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നുവെന്നും വാർത്തകൾ വന്നു. മാത്രമല്ല കഞ്ചാവിനും മറ്റു മയക്കുമരുന്നുകൾക്കും അടിമയാണ് അവനെന്നും ശ്രുതി പരന്നു. കേരളത്തിൽ തിരിച്ചെത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കോച്ച് കാർലോസും വിനോദും പ്രതാപിനെ കാണാനെത്തി. അവരെ കണ്ടപ്പോൾ പ്രതാപ് മുഖം തിരിച്ചു. നീ പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല, വിനോദ് പറഞ്ഞു. ഞങ്ങൾ പരമാവധി പയറ്റി നോക്കി. പ്രതാപ് ഒന്നും പറഞ്ഞില്ല. കാർലോസ് ആശ്വസിപ്പിച്ചു. പോട്ടെ പ്രതാപേ, അടുത്ത വർഷം നമുക്ക് വേൾഡ് കപ്പ് നേടാം. അന്ന് നീയും ടീമിലുണ്ടായിരിക്കും. അവർ വിശേഷങ്ങൾ പറഞ്ഞ് ഏറെ നേരെയിരുന്നു. നിന്റെ മെഡിക്കൽ ലീവ് എന്ന് തീരും? 15-ാം തീയതി. ഇനി 13 ദിവസം. ശരി, അപ്പോൾ കാണാം. അയാൾ എണീറ്റു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നുമോ? സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷൻ ശങ്കറെ നോക്കി. അങ്കിള് പറ. നിനക്ക് ഒട്ടും യോജിച്ചതല്ല ഈ ഫുട്ബോൾ കളി. അവൻ ചുളിഞ്ഞ നെറ്റിയോടെ തലവെട്ടി തിരിച്ചു. ഞാൻ സത്യം തന്നെയാടാ പറഞ്ഞത്. നീ പോലീസ് ടീമിൽ നിന്നും എന്തെങ്കിലും കാര്യം പറഞ്ഞ് രാജിവെച്ച് പുറത്തു പോരെ. മറ്റേതെങ്കിലും നല്ലൊരു സ്ഥാനത്ത് തന്നെ ഞാൻ എത്തിക്കാം. ഏതായാലും ഞാൻ അതിന് തയ്യാറല്ല, അവൻ തീർത്തു പറഞ്ഞു. ഇനിയും ഞാൻ പോലീസ് ടീമിൻ്റെ ക്യാപ്റ്റനായി തന്നെ തുടരും. ഇപ്പോൾ തന്നെ പത്രങ്ങൾ ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ നീ ഇനിയും ഓരോന്ന് പറയിക്കും. അവൻ ചിരിച്ചു. വന്യമായ ഏതോ ആനന്ദം അനുഭവിക്കുന്നത് പോലെ. അവർ എഴുതട്ടെ. ഞാൻ ടീമിൽ നിന്ന് മാറിയാൽ പ്രതാപിനെ അവർ ക്യാപ്റ്റനാക്കും. അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ ടീം ജയിക്കും. അവൻ ക്യാപ്റ്റനായി ടീം ജയിക്കണ്ട. നീ നിൽക്കുമ്പോൾ തന്നെ നിന്നെ മാറ്റി നിർത്തി അവനെ ക്യാപ്റ്റനാക്കിയാലോ? നല്ലതാ. എന്നാൽ കാർലോസിൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കും ഞാൻ. ഇവൻ രക്ഷപ്പെടുമെന്ന മട്ടില്ലെന്ന് അരവിന്ദാക്ഷന് ഉറപ്പായി. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, തൻ്റെ അനന്തരവൻ പോലീസ് ടീമിനെ നശിപ്പിച്ചേ അടങ്ങുമോ എന്ന്. കിളവന് എന്തിൻ്റെ അസുഖമാ? അവിടെ എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ. ശങ്കറിന് ശരിക്കും കോപം വന്നു കഴിഞ്ഞിരുന്നു. പോലീസ് ടീം ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. എങ്കിൽ ആഭ്യന്തരം വിട്ടോ ഇന്നേക്കാൻ അയാളോട് അങ്കിള് പറ. അരവിന്ദാക്ഷനും ശരിക്കും ദേഷ്യം വന്നു. എന്തോ പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം എണീറ്റ് പോയി. പ്രതാപ് തിരികെ ജോയിൻ ചെയ്തു. കളിക്കാർക്കൊക്കെ ഒരു നവോന്മോഷം കൈവന്നതുപോലെയായി. അവനാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസക്കാലം നിർത്തിവെച്ചിരുന്ന പ്രാക്ടീസ് കൂടുതൽ ജാഗ്രതയോടുകൂടി ചെയ്തു തുടങ്ങി. അത് കാണുമ്പോൾ ശങ്കറുടെ കോപം ഇരച്ചു കയറും. ഒരു വിധത്തിൽ അവൻ പല്ല് കടിച്ച് സഹിക്കും. ദിവസവും പ്രാക്ടീസ് കഴിയുമ്പോൾ ശങ്കറും 2 കൂട്ടുകാരും കഞ്ചാവാണ് പുകയ്ക്കുന്നതെന്ന് പ്രതാപനറിയാം. അടുത്തത് ഫെഡറേഷൻ കപ്പാണ്. അതെങ്കിലും ജയിച്ചേ പറ്റുമെന്ന് കാർലോസ് തീരുമാനിച്ചു. അതുമാത്രമല്ല, ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി കത്ത് മുഖേന കാർലോസുമായി ബന്ധപ്പെട്ടു. കളിക്കാർ ഫിറ്റാണെങ്കിൽ മാത്രം അടുത്ത മത്സരങ്ങളിൽ പങ്കെടുത്താൽ മതി. വെറുതെ നാണക്കേട് വലിച്ചു വയ്ക്കരുത്. ആ കത്ത് കാർലോസ് എല്ലാവരെയും കേൾക്കെ തന്നെ വായിച്ചു. എന്നിട്ട് പ്രതികരണമറിയാൻ ഓരോ മുഖങ്ങളിലേക്ക് നോക്കി. നിങ്ങൾ എന്ത് പറയുന്നു? ഫെഡറേഷൻ കപ്പിൽ പങ്കെടുക്കണോ? വേണം, പെട്ടെന്നായിരുന്നു പ്രതാപിൻ്റെ മറുപടി. ഭൂരിഭാഗത്തിനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. എന്നാൽ ശങ്കറും അയാളോട് ചേർന്ന് നിൽക്കുന്ന 2 പേർക്കും എതിരഭിപ്രായവും. ശങ്കർ പറഞ്ഞു, നമ്മുടെ ടീം അംഗങ്ങൾ ഫിറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാം. കാർലോസ് പ്രതാപിൻ്റെ മുഖത്തേക്ക് നോക്കി. നമുക്ക് മത്സരിക്കണം, അവൻ വീണ്ടും പറഞ്ഞു. അവൻ നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ശങ്കർ പ്രതാപിൻ്റെ നേരെ ചൂടായി. നമ്മളാരും തീരുമാനിക്കണ്ട. ജയിക്കുമെന്ന് കാർലോസ് സാറിന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളായിക്കട്ടെ. ശങ്കർ അത് പുച്ഛിച്ച് തള്ളി. പ്രതാപിൻ്റെ ആത്മവിശ്വാസം കാർലോസിനും ഉത്തേജകമായി. എന്നിരുന്നാലും ആരെങ്കിലും ചിലപ്പോൾ ചതിക്കുമോ എന്നൊരു ഭീതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതായാലും ഫെഡറേഷൻ കപ്പിന് വേണ്ടി മത്സരിക്കാൻ തന്നെ കാർലോസ് തീരുമാനിച്ചു. അതിനിടെ ഒരു സംഘം കളിക്കാർ നിവേദനവുമായി അദ്ദേഹത്തിനരികിലെത്തി. ശങ്കറാണ് ക്യാപ്റ്റനെങ്കിൽ കളിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാർലോസ് പകച്ചു.
ടീമിനുള്ളിൽ പൊട്ടലും ചീറ്റലും അപകടകരമാണ്. അദ്ദേഹം അവരെ വീഴ്ച നോക്കി. നിങ്ങൾ പറയുന്നത് നേര് തന്നെയാണ് സാർ. ക്യാപ്റ്റൻ്റെ സ്ഥാനത്തുള്ള ആൾ എല്ലാ തരത്തിലും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ശങ്കറെ മാതൃകയാക്കിയാൽ ബാക്കി ഞങ്ങൾക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു ക്യാപ്റ്റൻ ചുവന്ന കാർഡ് കാണിക്കപ്പെട്ട് പുറത്തു പോകുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. എന്നാൽ ഇവിടെ അതും സംഭവിച്ചിരിക്കുന്നു. അവർ പറയുന്നതൊക്കെ നേരാണെന്ന് കാർലോസിനും അറിയാം. പക്ഷേ പെട്ടെന്നൊരു തീരുമാനമെടുക്കുവാൻ അദ്ദേഹം മടിച്ചു. കാരണം സ്പോർട്സ് മന്ത്രിയുടെ ആധിപത്യം തന്നെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനും കഴിയും. ഏതായാലും മന്ത്രിയെ ഒന്ന് കാണണമെന്ന് തന്നെ കാർലോസ് തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ അതിനുള്ള അവസരം ശരിയാക്കി. കാര്യങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, ഏതായാലും ശങ്കരെ തൽക്കാലം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ കളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കളിക്കണ്ട. അവർക്കെതിരെ വേണ്ട നടപടികൾ കൈക്കൊള്ളാനുള്ളത് ഞാൻ ചെയ്തോളാം. അതല്ലെങ്കിൽ അവർ ടീമിൽ നിന്ന് രാജിവെച്ച് പോകട്ടെ. ഇത്രയും കഠിനമായ ഒരു മറുപടി ഒരിക്കലും കാർലോസ് പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം അവിടെ നിന്നിറങ്ങി. പ്രതാപിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നാണ് അസുഖം മൂർച്ഛിച്ചത്. നേരത്തെ മുതൽ വലിവിൻ്റെ അസുഖമുണ്ടായിരുന്നെങ്കിലും നാട്ടുവൈദ്യൻ്റെ ചികിത്സയിൽ കഴിയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടം കൊണ്ടും രക്ഷയിലെന്ന അവസ്ഥ വന്നിരിക്കുന്നു. ദേവികയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്, ഡോക്ടർ അഭിപ്രായപ്പെട്ടു. പഞ്ചു സ്ഥലത്തുണ്ടായിരുന്നു. ഉടൻ ഒരു വണ്ടി വിളിച്ചു കൊണ്ടുവന്നു. നേരം സന്ധ്യയോട് എടുക്കാറാവുന്നു. അമ്മയോടൊപ്പം മൂത്ത പെൺമക്കൾ രണ്ടുപേരും അച്ഛനും കാറിൽ കയറി. പ്രതാപിൻ്റെ തൊട്ടു മൂത്ത ചേച്ചി ശ്രീദേവി കാറിൽ കയറാൻ ഭാവിക്കുമ്പോൾ പഞ്ചു പറഞ്ഞു, ചേച്ചി പ്രതാപിനെ കൂടി വിവരമറിയിച്ചിട്ട് നിങ്ങൾ രണ്ടാളും കൂടി പോന്നോളൂ. അത് ശരിയാ, അച്ഛനും പറഞ്ഞു. ശ്രീദേവി തലകുലുക്കി. പ്രതാപ് സാധാരണ കാണാറുള്ളത് എവിടെയാണെന്ന് അവൾക്കറിയാം. അവൾ അവിടെ എത്തുമ്പോഴേക്കും സന്ധ്യയായിരുന്നു. പ്രതാപ് ഗ്രൗണ്ടിലാണ്, ഒരു പോലീസുകാരൻ അറിയിച്ചു. അവിടെ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് ഗ്രൗണ്ട്. അവൾ ധൃതിയിൽ നടന്നു. സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞു കിടപ്പുണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു പ്രതാപും മറ്റും. ശങ്കറും രണ്ട് സുഹൃത്തുക്കളും സമയം കളയാതെ മാരുതി വാനിൽ കയറി. ഇനി ബാറിലേക്ക്. അത് മിക്കവാറുമുണ്ട്. വഴിയിലൂടെ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് നടന്നു വരുന്ന കണ്ടപ്പോൾ അവൻ ബ്രേക്ക് അമർത്തി. വാഹനങ്ങൾ അങ്ങിങ്ങ് പോകുന്നുണ്ട്. പ്രതാപിൻ്റെ പെങ്ങളാ, ഒരാൾ പറഞ്ഞു. അതെയോ, പെണ്ണ് കൊള്ളാമല്ലോ. പ്രതാപ് അവിടെ ഇല്ല, ഒരാൾ അറിയിച്ചു. വൈകിട്ട് എവിടേക്ക് പോയി? അവൾ ചിന്തിച്ചു നിന്നു. വല്ല അത്യാവശ്യ കാര്യവുമാണോ? അവൾ സംഗതി പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യേ, ചേച്ചി കയറിക്കോ, ഞങ്ങളും വരാൻ മെഡിക്കൽ കോളേജിലേക്ക്. അവരെയെല്ലാം കണ്ടിട്ടുണ്ട്, എന്നാലും ഒരു പടി. പ്രതാപിൻ്റെ ചേച്ചി ഞങ്ങളുടെയും ചേച്ചി തന്നെയാ. അവർ മൂവരും മുൻസീറ്റിൽ ഒതുങ്ങി. പിന്നെ ശ്രീദേവി മടിച്ചു നിന്നില്ല. അവളും കയറി. ഡോർ അടഞ്ഞു. മാരുതി കുതിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്ന റോഡുകളിലൂടെ അതിവേഗം കുതിക്കുകയായിരുന്നു മാരുതി വാൻ. പ്രതാപ് എവിടെ പോയതാണെന്ന് അറിയില്ലേ? അവൾ തിരക്കി. ആവോ, ആർക്കറിയാം? ഒരാൾ കൈമലർത്തി. ശ്രീദേവി പുറത്ത് നോക്കിയിരുന്നു. ഇവിടെ വലിയ ബുദ്ധിമുട്ട്, ഒരാൾ പിറകിൽ പോയിരിക്കെ, ശങ്കർ പറഞ്ഞു. അത് കേൾക്കാത്ത താമസം ഒരാൾ മുൻസീറ്റുകൾക്കിടയിലൂടെ പിൻസീറ്റിലെത്തി. ശ്രീദേവി ഒരു വശത്ത് ഒതുങ്ങിയിരുന്നു. പ്രതാപിൻ്റെ സഹോദരിമാരിൽ ഏറ്റവും സുന്ദരി ശ്രീദേവിയായിരുന്നു. വാഹനത്തിനുള്ളിൽ നേരിയ തോതിൽ ഇരുട്ടാണ്. എതിരെ മറ്റു വാഹനങ്ങൾ വരുമ്പോൾ മാത്രം നല്ല വെളിച്ചമുണ്ടാകും. പിൻസീറ്റിൽ ഇറങ്ങിയിരുന്നവൻ സൈമൺ ശ്രീദേവിയെ ഒന്ന് നോക്കി. അവൾ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ കൈ സീറ്റിലൂടെ ഇഴഞ്ഞു ചെന്ന് അവളുടെ തുടകളിൽ പതിയെ അമർത്തി. ഒരു തേൾ കുത്തിയതുപോലെ ഞെട്ടിപ്പിടഞ്ഞു അവൾ. പുറത്തേക്ക് വന്ന ശബ്ദം അവൾ തടഞ്ഞു. വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന മറ്റുള്ളവരെ കൂടി എന്തിനറിയിക്കണം? അവൾ അവൻ്റെ കൈ ബലമായി എടുത്തു മാറ്റി. സൈമൺ ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്നു. അവൾക്ക് ആശ്വാസം തോന്നി. എന്നാൽ വീണ്ടും ആ കൈ നീണ്ടു ചെന്നു അവളുടെ മാറിന് നേരെ. ചീ! ഇത്തവണ അവളിൽ നിന്നും ശബ്ദമുണ്ടായി. ശങ്കർ പെട്ടെന്ന് ബ്രേക്ക് അമർത്തി തിരിഞ്ഞു നോക്കി. എന്താ ചേച്ചി? ഒന്നുമില്ല. അവൻ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തതും സൈമൺ അവളെ മടിയിലേക്ക് വലിച്ചിട്ട് അമർത്തി ചുംബിച്ചതും ഒന്നിച്ചായിരുന്നു. ആ ക്ഷണം ശങ്കർ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. കാതിൽ തുളച്ചിറങ്ങുന്ന ഇംഗ്ലീഷ് മ്യൂസിക് ഉയർന്നു. വാനിൻ്റെ ഗ്ലാസുകൾ നേരത്തെ തന്നെ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. വിടാൻ ശ്രീദേവി പിടഞ്ഞു. പക്ഷേ സൈമണിൻ്റെ കൈകളിൽ അവൾ ഞെരിഞ്ഞമർന്നു. അവളുടെ ബ്ലൗസും ബ്രായും കടലാസ് പോലെ അവൻ വലിച്ചു കീറിയെറിഞ്ഞു. ഉപദ്രവിക്കരുതേ! അവളുടെ യാചന ഭ്രാന്തൻ സംഗീതത്തിൽ ലയിച്ചു ചേർന്നു. പ്രതാപ് ക്വാർട്ടേഴ്സിൽ തിരികെ എത്തിയപ്പോൾ 7 മണിയോളമായി. ഒരു മൂളിപ്പാട്ടും പാടി വിനോദിനൊപ്പം റൂമിലേക്ക് നടക്കുമ്പോൾ വാച്ചർ ദേവ്സി എത്തിരെ വന്നു. പ്രതാപ് മെഡിക്കൽ കോളേജിലേക്ക് പോയില്ലേ? എന്തിനാ ദേവ്സി ചേട്ടൻ്റെ? ആരെങ്കിലും അവിടെ കിടപ്പുണ്ടോ? അവൻ ചിരിച്ചു. ദേവ്സി അവനെ തുറച്ചു നോക്കി. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ, അതിന് നീ എന്തിനാടാ ഇളിക്കുന്നത്? പ്രതാപിൻ്റെ നെറ്റി ചുളിഞ്ഞു. മെഡിക്കൽ കോളേജിൽ ആരെ കാണുന്ന കാര്യത്തിനാ? അപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ? നിന്റെ ചേച്ചി നിന്നെ കാണാൻ വന്നില്ലേ? ഇല്ല. പ്രതാപിന് നെഞ്ചിടിപ്പേറി. ചേച്ചി ഇവിടെ വന്നിരുന്നോ? വന്നു. സുകുമാരൻ സാറുമായി സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. തൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെന്നോ ഒക്കെ. ഈശ്വര! നെഞ്ചിൽ കൈവച്ച് പോയി പ്രതാപ്. എന്നിട്ട്? താൻ ഗ്രൗണ്ടിലായതിനാൽ ആ കൊച്ചു അങ്ങോട്ട് പോയി. എൻ്റെ ഏത് ചേച്ചിയായിരുന്നു? ആവോ, എനിക്ക് അയാൾ പേരറിയില്ല. സുകുമാരൻ സാറിനറിയാം. പ്രതാപും തൊട്ടുപുറകെ വിനോദും സുകുമാർ സാറിൻ്റെ അടുത്തേക്ക് കുതിച്ചു.
പ്രായം കൊണ്ട് അവർക്കെല്ലാം സാറാണ് കോൺസ്റ്റബിൾ സുകുമാരൻ. മുറിയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു സുകുമാരൻ. പ്രതാപ് പോയില്ലേ? അയാളും തിരക്കി. അതേക്കുറിച്ച് അറിയാനാണ് ഞാൻ വന്നത്. ശ്രീദേവി ഗ്രൗണ്ടിൽ വന്നില്ലേ? ഇല്ല. അപ്പോൾ ശ്രീദേവി ചേച്ചിയാണ് വന്നത്. ഞാൻ അവിടേക്ക് പറഞ്ഞയച്ചിരുന്നു. പിന്നെ അവിടേക്ക് ഫോൺ ചെയ്യാൻ ശ്രമിച്ചു. ആരും റിസീവർ എടുത്തുമില്ല. റൂം പൂട്ടിയിരിക്കുകയായിരുന്നു. ബെൽ മുഴങ്ങുന്നത് തങ്ങളും കേട്ടിരുന്നതെന്ന് പ്രതാപ് ഓർത്തു. പിന്നെ ആ കൊച്ചെവിടേക്ക് പോയി? സുകുമാരനും ചിന്താധീനനായി. എന്നാലും നിന്നെ കണ്ട് വിവരം പറയാതെ മടങ്ങിപ്പോവില്ലെന്ന് തീർച്ചയാണ്. വാ വിനോദേ. പ്രതാപ് പുറത്തേക്ക് ഓടി. എതിരെ വരുന്നുണ്ടായിരുന്നു കാർലോസ്. അവർ കോച്ചിനോട് വിവരം പറഞ്ഞിട്ട് അദ്ദേഹത്തെയും കൂട്ടി വാനിൽ ചാടിക്കയറി. മെഡിക്കൽ കോളേജിന് മുന്നിലൂടെ തന്നെ ആ മാരുതി വാൻ എയർപോർട്ട് റോഡിലൂടെ അതിവേഗം പാഞ്ഞുപോയി. അതിൻ്റെ പിൻസീറ്റിൽ സംസാരിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു ശ്രീദേവി. വലിച്ചു കീറിയെടുത്ത അവളുടെ ബ്ലൗസ് തന്നെ വായിലേക്ക് കുത്തിത്തരുകയായിരുന്നു സൈമൺ. നിന്റെ ആങ്ങളെ വലിയ ഗോൾഡി വീരുന്നല്ലടി. ഇനി നിന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഞങ്ങളും ഒന്ന് ഗോളടിച്ച് നോക്കട്ടെടി. അവൻ വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. പക്ഷെ അതൊക്കെ ഭ്രാന്തൻ സംഗീതത്തിൽ ലയിച്ചതേയുള്ളൂ. ഇവരുടെ മുന്നിൽ യാചന കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീദേവി എതിർത്ത് നോക്കി. അപ്പോഴും പരാജയം അവൾക്ക് തന്നെയായിരുന്നു. ഒരു കൈകൊണ്ട് അവളെ അമർത്തിപ്പിടിച്ച് മറു കൈകൊണ്ട് അവളുടെ ബാക്കി വസ്ത്രങ്ങൾ കൂടി പിച്ച് ചീന്തുകയായിരുന്നു. അപ്പോൾ അവൻ്റെ സഹായത്തിനായി ആൻഡ്രൂസും പിന്നിലെത്തി. നിമിഷ നേരത്തിനുള്ളിൽ ശ്രീദേവി പൂർണ്ണമായും വിവസ്ത്രയായി കഴിഞ്ഞിരുന്നു. യാതൊന്നും സംഭവിക്കാത്ത ഭാവത്തിൽ മയക്കുമരുന്ന് കയറ്റിയ ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് വാൻ പായിക്കുകയായിരുന്നു അപ്പോൾ ശങ്കർ. പ്രതാപും വിനോദും കോച്ച് കാർലോസും മെഡിക്കൽ കോളേജിലെത്തി. ദേവികയമ്മ എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തി. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കൃത്രിമ ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനും 2 ചേച്ചിമാരും പഞ്ചുവും വരാന്തയിലെ ബെഞ്ചുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. അവരെ കണ്ടയുടനെ പഞ്ചു എണീറ്റ് വന്നു. ഇപ്പോഴേ ഒന്നും പറയാനാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവൻ്റെ പിന്നിലേക്ക് നോക്കിയിട്ട് തിരക്കി. ശ്രീദേവി ചേച്ചി എവിടെ? ഇവിടെ വന്നില്ലേ? അപ്പോഴേക്കും അച്ഛനും ചേച്ചിമാരും അവൻ്റെ അരികിലെത്തിയിരുന്നു. ശ്രീദേവി എന്തിയേടാ? അച്ഛൻ ചോദിച്ചു. പ്രതാപ് ആദ്യം ഒന്ന് പതറി. പിന്നെ പെട്ടെന്ന് പറഞ്ഞു. രാത്രി ആയതുകൊണ്ട് വരേണ്ടത് ഞാൻ പറഞ്ഞു. വീട്ടിൽ സാവിത്രി തനിച്ചല്ലേ ഉള്ളൂ. അത് ശരിയാ. അവർക്ക് തൃപ്തിയായി. പക്ഷേ പ്രതാപിൻ്റെ മനസ്സ് വിങ്ങുകയായിരുന്നു. ചേച്ചിക്ക് എന്തു പറ്റി? വന്നേ പ്രതാപേ. കാർലോസ് അവനെയും വിളിച്ചുകൊണ്ട് വരാന്തയിൽ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ തന്നെ നിൽക്ക്. ഞാനും വിനോദം കൂടി പോകാം. വില്യംസിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ട് ഞങ്ങളും അന്വേഷിക്കാം. അവന് തല കുലുക്കേണ്ടി വന്നു. വിനോദും കാർലോസും അവിടെ നിന്ന് മടങ്ങി. പ്രതാപ് തളർന്നിരുന്നു. അവൻ്റെ ഭാവം കണ്ട് പഞ്ചു സാന്ത്വനിപ്പിച്ചു. നീ പേടിക്കണ്ടാ, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. അവൻ തല കുലുക്കി. കണ്ണുകൾ നിറഞ്ഞു വരികയാണ്. ഹൃദയത്തിന് ഭാരം താങ്ങാൻ കഴിയുന്നില്ല. പഞ്ചു, എന്താടാ ഇങ്ങനെ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമടാ? ഡോക്ടർമാർ കഴിയുന്നത്ര ശ്രമിക്കും. നിന്റെ അമ്മയാണെന്ന് അറിഞ്ഞതോടെ അവർക്ക് വലിയ ഉത്സാഹമാണ്. ഇനി പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് അവൻ ഉറപ്പായി. എടാ പഞ്ചു. എന്താടാ? വാ. അവൻ എണീറ്റ് നടന്നു. പഞ്ചു പിന്നാലെ എത്തി. ഞാൻ നിന്നോടൊരു കാര്യം പറയുവാൻ പോവുകയാണ്. നീ അതാരോടും തൽക്കാലം പറയരുത്. എൻ്റെ മനസ്സിലിരുന്ന് വീർപ്പ് മുട്ടുകയാണടാ. പഞ്ചുവിൻ്റെ മുഖത്ത് ഉത്കണ്ഠ അരിച്ചു കയറി. പറയടാ. ശ്രീദേവി ചേച്ചി എവിടെയാണെന്ന് എനിക്കറിയില്ലടാ. അമ്പരന്ന് പോയി അവൻ. അതെ, ഞാൻ ചേച്ചിയെ കണ്ടില്ല. ക്വാർട്ടേഴ്സിൽ വന്നിട്ട് എന്നോട് വിവരം പറയുവാൻ ഗ്രൗണ്ടിലേക്ക് വന്നെന്നാണ് പറയുന്നത്. പക്ഷേ പഞ്ചുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. നീ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ? അവൻ തലകുലുക്കി. നിന്നെ കാണാതെ വീട്ടിലേക്ക് പോകില്ല, അതുറപ്പ്. തൽക്കാലം ഇതാരും അറിയണ്ട. നേരം പുലരും മുമ്പ് ചേച്ചിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവന് ശബ്ദിക്കാനേ കഴിയുന്നില്ല. തലക്കുലുക്കി. അത്രമാത്രം. കാരണം പ്രതാപിൻ്റെ ചേച്ചിമാർ അവൻ്റെയും ചേച്ചിമാരായിരുന്നു. പഞ്ചുവിന് അച്ഛനോ സഹോദരങ്ങളില്ല, അമ്മ മാത്രം. ക്വാർട്ടേഴ്സിൽ നിന്നും സ്റ്റേഡിയത്തിലേക്കുള്ള ഇടുങ്ങിയ പാതയിൽ 5 ഇടവഴികൾ സന്ധിക്കുന്നുണ്ട്. ഏത് വഴി പോയാലും 2 പ്രധാന പാതകളിലെത്താം. സാധാരണ ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരുമൊക്കെ ഈ പാത കുറുക്കുവഴിയായി ഉപയോഗിക്കുന്നുണ്ട്. റോഡുകൾക്ക് ഇരുവശത്തും വീടുകളും. ഇതുവഴിയൊക്കെ ഒരു പെൺകുട്ടി തനിച്ചു പോയാലും ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. പിന്നെ നഗരത്തിലെ വൃത്തികെട്ട സന്തതികൾ വാഹനത്തിൽ വരുമ്പോഴാണ് ഒറ്റയ്ക്കൊരു പെണ്ണിനെ കാണുന്നതെങ്കിൽ അവളുടെ ശവശരീരം പിന്നീട് എവിടെയെങ്കിലും നോക്കിയാൽ മതി. പ്രതാപിനോട് ഒരു പ്രത്യേക മമതയുണ്ടായിരുന്ന CI വില്യംസും കാര്യമായ അന്വേഷണത്തിൽ വ്യാപൃതനായി. പക്ഷേ മഹാനഗരത്തിലെ ഏതെങ്കിലും തിരക്കിൽപ്പെട്ട് പോയിട്ടുണ്ടാവുമോ അവൾ? അങ്ങനെയെങ്കിൽ കണ്ടുപിടിക്കുക അസാധ്യമാണ്. ഇതിനിടെ വില്യംസിൻ്റെ നിർദ്ദേശാനുസരണം ഒരു SIയും പോലീസുകാരും പ്രതാപിൻ്റെ വീട്ടിലെത്തി തിരക്കി. അവൾ അവിടെയുമില്ല. തങ്ങളിൽ ഒരാളുടെ സഹോദരിയാണ് കാണാതായിരിക്കുന്നതെന്ന വാർത്ത പോലീസുകാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ? കാർലോസും വിനോദും തളർന്നു. ഇനി എന്തു ചെയ്യും സാർ? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. അവൻ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കല്ലേ? നമുക്കും അങ്ങോട്ട് പോകാം. യാതൊരു വിവരവും അറിയാതെ വിഷമിച്ചിരിക്കാവോ അവൻ? കാർലോസ് തലകുലുക്കി. നേരം പുലരുവാൻ ഇനി അധിക സമയമില്ല. ഇതുവരെ തിരച്ചിലായിരുന്നു. ഇതിനിടെ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയ ശങ്കറും സുഹൃത്തുക്കളും കാര്യമറിഞ്ഞു. അതിനാണോ ഈ അന്വേഷണമൊക്കെ? ശങ്കർ പുച്ഛിച്ചു തള്ളി. ഏതവൻ്റെയെങ്കിലും പിന്നാലെ പോയി കാണുമെന്നേ. കല്യാണം കഴിക്കാതെ എത്ര കാലം കഴിയുന്നത്? അവളും മനുഷ്യജീവിയല്ലേ അല്ലടാ ആൻഡ്രൂസേ? അതെ അതെ. പക്ഷേ അതിനിങ്ങനെ ചെയ്യണമായിരുന്നുവോ? വേറെ എത്രയോ നല്ല മാർഗങ്ങളുണ്ടായിരുന്നു. ഇരുചെവി അറിയത്തുമില്ലായിരുന്നു. അവൾക്ക് വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങുകയും ആവായിരുന്നു.
ഈ പ്രസ്താവനയിൽ മറ്റു കളിക്കാരിൽ പലരിലും അസ്വസ്ഥതയുണ്ടായെങ്കിലും വെറുതെ ഒരു വഴക്കു വേണ്ട എന്ന് വിചാരിച്ച് മൗനം പാലിച്ചു. ശങ്കറും സുഹൃത്തുക്കളും നല്ല ഫോമിലായിരുന്നു താനും. വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന പ്രതാപനെ പ്രതീക്ഷിച്ചാണ് കാർലോസും വിനോദും മെഡിക്കൽ കോളേജിൽ എത്തിയതെങ്കിലും അവരെ എതിരേറ്റത് മറ്റൊരു കാഴ്ചയായിരുന്നു. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ വാതിൽ തുറന്ന് സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന വെളുത്ത തുണിയിട്ട് മൂടിയ മൃതദേഹം. കാർലോസും വിനോദും ഒരു നിമിഷം ആ കാഴ്ച നോക്കി നിന്നു. സ്ട്രെച്ചറിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയുന്ന പെൺകുട്ടികൾ, എല്ലാം തകർന്നവനെ പോലെ നിൽക്കുന്ന പ്രതാപിൻ്റെ അച്ഛൻ, പഞ്ചുവിൻ്റെ തോളിൽ ചാഞ്ഞു നിന്ന് എങ്ങനെയടിക്കുന്ന പ്രതാപ്. ആ രംഗത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. പെൺകുട്ടികൾ അച്ഛനെ പിടിച്ചു മാറ്റി. അച്ഛാ, അവർ നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. സ്ട്രക്ചർ പുറത്തേക്ക് നീങ്ങി, പിന്നാലെ അവരും. അതിനിടെ പ്രതാപ് കാർലോസിനെയും വിനോദിനെയും കണ്ടു. സാർ, ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? അവർക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഇത്തിരി നേരം കഴിഞ്ഞ് കാർലോസ് പറഞ്ഞു, ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനായി പ്രദീപ് സ്ട്രെച്ചറിന് പിന്നാലെ സാവധാനം നടന്നു. നേരം പുലർന്നു കഴിഞ്ഞാണ് ആംബുലൻസ് റെയിൽവേ പുറംപോക്കിലെത്തിയത്. ആ വാഹനം കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ഓടിക്കൂടി. പോരെങ്കിൽ ദേവിക അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയുമായിരുന്നല്ലോ. മൃതദേഹം പുറത്തിറക്കി ഒരു കട്ടിൽ തിണ്ണയിൽ പിടിച്ചിട്ട് അതിൽ കിടത്തി. എൻ്റെ അമ്മച്ചിയെ! പച്ചമുളക് വെട്ടി ചീന്തുപോലെ ഒരു നിലവിളി. സാവിത്രി. അവൾ അമ്മയുടെ മൃതദേഹത്തിൽ വീണ് തേങ്ങിക്കരഞ്ഞു. എന്തിനാ ഞങ്ങളെ ഇട്ടേച്ചു പോയത്? ഹോസ്പിറ്റലിൽ നിന്നെത്തിയ പ്രതാപിൻ്റെ ചേച്ചിമാരായ സുമയും പ്രഭയും ശ്രീദേവിയെ തിരഞ്ഞു. അവളെവിടെ? ഒരു വിധത്തിൽ സാവിത്രിയെ ആശ്വസിപ്പിച്ച് അവർ മൃതദേഹത്തിനരികിൽ നിന്നും മാറ്റി. രേണുക ചേച്ചിയുടെ വീട്ടിൽ വിവരം പറയുവാൻ ആളിനെ അയച്ചു. സുമ സാവിത്രിയുടെ മുടിയിൽ മെല്ലെ തലോടി. ഒരു അമ്മയുടെ സ്വാതന്ത്ര്യം പോലെ അവൾ സുമയുടെ തോളിൽ തലച്ചായച്ചു കിടക്കുകയായിരുന്നു. ശ്രീദേവി എത്തിയോ മോളെ? അതിനിടെ അവർ തിരക്കി. ആശുപത്രി ഇന്ന് വന്നില്ലല്ലോ. സുമയിലൊരു നടുക്കം. മോളെന്താ പറഞ്ഞത്? ചേച്ചി ഇന്നലെ നിങ്ങളുടെ കൂടെയല്ലേ ആശുപത്രിയിലേക്ക് വന്നത്? അത് കഴിഞ്ഞ് ഇവിടെ വന്നില്ലല്ലോ. സുമ സാവിത്രിയെ തൻ്റെ ശരീരത്തിൽ നിന്ന് മലർത്തി. സാവിത്രി പക്കപ്പോടെ സുമയെ നോക്കി. ഇന്നലെ രാത്രി പോലീസുകാരൻ ശ്രീദേവി ചേച്ചിയെ തിരക്കി ഇവിടെ വന്നിരുന്നു. ഒരു നടുക്കം കൂടി. അപ്പോൾ പ്രതാപൻ എന്തൊക്കെയോ ഒളിച്ചിരിക്കുന്നു. ഇന്നലെ ശ്രീദേവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമുണ്ടായത് അവൾ ഓർത്തു. എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. സുമ എണീറ്റു. കാർലോസിൻ്റെയും വിനോദിൻ്റെയും മറ്റും അരികിൽ തളർന്നിരിക്കുകയായിരുന്നു പ്രതാപ്. സുമ അവനെ വിളിച്ച് പുരയുടെ വടക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്താ ചേച്ചി? പിടയ്ക്കുന്ന ഹൃദയത്തോടെ അവൻ തിരക്കി. സുമ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നീ ചേച്ചിയോട് സത്യം മാത്രമേ പറയാവൂ. താൻ ഏറ്റവും ഭയന്നിരുന്ന ആ നിമിഷം ആഗതമാവുകയാണെന്ന് അവന് ഉറപ്പായി. ചേച്ചി പറഞ്ഞു വരുന്നത്? ശ്രീദേവി എവിടെ? ചേച്ചി, അത് ഇനി ഒന്നും മറച്ചു വയ്ക്കാൻ നീ നോക്കണ്ട. എനിക്ക് സത്യം അറിയണം. ശ്രീദേവി എവിടെയാണ്? ചേച്ചി, അവൻ വിതുമ്പി. ശ്രീദേവി ചേച്ചി എവിടെയാണെന്ന് എനിക്കറിയില്ല. അവനുണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ സ്തബ്ധയായി നിൽക്കുകയായിരുന്നു സുമ. ഒന്നിനുമേൽ മറ്റൊരു ദുരന്തം കൂടി വഹിക്കാനുള്ള കരുത്തില്ലാത്തതിനാലാണ് ഇന്നലെ പ്രതാപ് ഇത് പറയാതിരുന്നത്. എന്ത് വേണമെന്നറിയാതെ സുമയും പകച്ചുപോയി. അച്ഛനോട് എങ്ങനെ ഇതുകൂടി പറയും? CA വില്യംസും ശങ്കറും 2 സുഹൃത്തുക്കളും ഒഴികെയുള്ള ടീം അംഗങ്ങളെല്ലാം ശവസംസ്കാരത്തിൽ പങ്കുകൊണ്ടു. എല്ലാം കഴിഞ്ഞ് തലയിൽ ഇരുൾ നിറഞ്ഞതുമാതിരി പ്രതാപൻ വിദൂരത്തിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് അച്ഛൻ സാവിത്രിയോട് ചോദിക്കുന്നത് കേട്ടത്. ശ്രീദേവി എന്തിയെ സാവിത്രി? പ്രതാപ് ഞെട്ടി. അച്ഛാ! ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു സാവിത്രിയുടെ മറുപടി. എന്തു പറ്റി മോളെ? അപ്പോഴേക്കും പ്രതാപ് ഇടപെട്ടു. അച്ഛൻ വിഷമിക്കരുത്. ഇന്നലെ ഞാൻ ഒരു കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാണ് പ്രതാപ് എല്ലാം അറിയിച്ചത്. ശ്വാസം നഷ്ടപ്പെട്ട മാതിരി അച്ഛൻ തുറച്ച കണ്ണുകളോടെ ഇരുന്നു. രേണു ചേച്ചിയുടെ ഭർത്താവ് മടങ്ങിപ്പോയിരുന്നു. അടുത്ത വീട്ടിലുള്ളവർ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനാകുന്നത്ര നിർബന്ധിച്ചെങ്കിലും ആരും വഴങ്ങിയില്ല. റെയിൽവേ ലൈനിലൂടെ അനേകം തീവണ്ടികൾ അലറി കുതിച്ച് പാഞ്ഞുപോയി. തൻ്റെ മനസ്സിലൂടെയാണ് ഇരുമ്പ് ചക്രങ്ങൾ കയറി ഇറങ്ങുന്നതെന്ന് പ്രതാപിന് തോന്നിപ്പോയി. മനസ്സ് മരുഭൂമി പോലെയായിരിക്കുന്നു. ഒന്നിനും യാതൊരു ഉത്സാഹവുമില്ല. രാത്രികളും പകലുകളും മാറി മാറി വന്നു. ഫെഡറേഷൻ കപ്പിനുള്ള തീയതി അടുത്തു വരികയാണ്. അമ്മ മരിച്ചിട്ട് ആഴ്ച 1 കഴിഞ്ഞിരിക്കുന്നു. അതിനിടെ മീരയുടെ കത്ത് കിട്ടി. അമ്മയുടെ ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളണമെന്നുണ്ടായിരുന്നു. ആരെങ്കിലും തന്നെ തിരിച്ചറിഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചാണ് വരാതിരുന്നത്. പ്രതാപിനെ അത്യാവശ്യമായി ഒന്ന് കാണണം. എന്നിങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അവൻ മീരയുമായി കണ്ടുമുട്ടി. എന്താ ഇനിയിപ്പോൾ കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നതാണോ തീരുമാനം? അവൾ തിരക്കി. മറുപടി പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനിരുന്നു. ഞാൻ കാര്യമായിട്ട് പറയുകയാ. പ്രതാപ് കോച്ചിങ് ക്യാമ്പിലെത്തണം. പ്രാക്ടീസ് തുടങ്ങണം. എനിക്കെങ്ങനെ കഴിയും മീരെ? എൻ്റെ അമ്മ, ചേച്ചി ഒക്കെ കഴിഞ്ഞില്ലേ? അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിനെ സമയം കാണൂ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ക്യാപ്റ്റൻ ശങ്കറില്ലേ, അവനുമായി എൻ്റെ വിവാഹം നടത്തിയാലോ എന്നൊരു ആലോചന എൻ്റെ ഡാഡിക്കും സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പ്രതാപ് ചുളിഞ്ഞ നെറ്റിയോടെ അവളെ നോക്കി. ഇതും സംഭവിക്കുമോ? തൻ്റെ നഷ്ടങ്ങളുടെ പട്ടികയിൽ ഇനിയും കണക്കുകൾ കൂടി വരികയാണോ? ഓരോന്നായി തന്നിൽ നിന്നും അകന്നു പോവുകയാണോ? അവൻ്റെ മാനസിക വ്യാപാരം മീരയ്ക്ക് മനസ്സിലായി. സങ്കടത്തോടെ അവൾ പറഞ്ഞു. പ്രതാപ് വിഷമിക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ പ്രതാപ് അല്ലാതെ മറ്റൊരാൾ എന്നെ കൊണ്ടുപോകില്ല. അവർക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവ നടക്കണമെന്നില്ലല്ലോ.
ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. എനിക്ക് പ്രതാപിൻ്റെ കാര്യം ഡാഡിയോട് പറയണമെങ്കിൽ പ്രതാപ് ഇങ്ങനെ മൂലയിൽ കുത്തിയിരുന്നാൽ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യണം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന പേരെടുക്കണം. അവൻ തലകുലുക്കി. ഞാൻ എത്ര മികച്ച ഫുട്ബോളറായാലും തൻ്റെ ഡാഡി തന്നെ എനിക്ക് തരുമെന്ന് വിശ്വസിക്കാൻ എന്തോ എനിക്ക് കഴിയുന്നില്ല. അതൊക്കെ പ്രതാപിൻ്റെ തോന്നലുകളാണ്. അവൻ ചിരിച്ചു. നമുക്ക് കാണാം. അവളുടെ വാക്കുകളുടെ മന്ത്രശക്തി കൊണ്ടോ എന്തോ ആയിരിക്കണം. 2 ദിവസത്തിന് ശേഷം പ്രതാപ് കോച്ചിങ് ക്യാമ്പിലെത്തി. നിറഞ്ഞ മനസ്സോടെ കാർലോസ് അവനെ സ്വീകരിച്ചു. ഞാൻ ആകെ തളർന്നിരിക്കുകയായിരുന്നു പ്രതാപേ. ഈ മത്സരം കൂടി തോറ്റാൽ? ഏതായാലും നീ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇനി നമ്മൾ ജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. പ്രതാപിൻ്റെ സുഹൃത്തുക്കൾക്ക് ഒക്കെ സന്തോഷമായിരുന്നു. അവൻ്റെ മനസ്സ് ഏകാഗ്രമാക്കി പ്രാക്ടീസിൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. എന്നാൽ എങ്ങനെയും അവനെ തളർത്തണമെന്ന് ശങ്കറും കൂട്ടുകാരും തീരുമാനിച്ചു. അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ കുത്തുവാക്കുകൾ പറയും. അല്ലെങ്കിലും ഒളിച്ചോടി പോയവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, അല്ലടാ സൈമണേ? അവർ ഉറക്കിച്ചിരിക്കും. ഇനിയും ഒളിച്ചോടാൻ അംഗങ്ങളുണ്ടെന്നാണല്ലോ അറിവ്, ആൻഡ്രൂസ്? ഉണ്ട്, ഒരുപാടുണ്ട്. പട്ടി പെറ്റിടുന്ന പോലെയല്ലേ പുഴുക്കളെ പെറ്റിട്ടിരിക്കുന്നത്. പലപ്പോഴും എന്ത് കാട്ടാലും ഒഴിഞ്ഞു പോകുമായിരുന്നു പ്രതാപ്. എന്നാൽ അത്രയും കഠിനമായ പ്രയോഗങ്ങൾ വന്നപ്പോൾ അവനെ ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല. പ്രതാപ് പല്ലുകൾ ഞെരിച്ചമർത്തി അവരുടെ മുമ്പിലെത്തി. തൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നതുപോലെ തോന്നി അവനെ മുന്നിൽ കണ്ടപ്പോൾ അവർ വീറോടെ പറഞ്ഞു തുടങ്ങി. അല്ല, നമുക്ക് ആരോടും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ദൈവം കൊടുത്തിരിക്കുന്ന അവയവങ്ങൾ വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് മൂക്കിൽ പല്ല് കിളിർത്താലും കല്യാണം നടക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നിരിക്കണം. കഷ്ടം. പ്രതാപിൻ്റെ സകല ക്ഷമാശക്തി നശിച്ചു കഴിഞ്ഞിരുന്നു. എടാ എന്ന വിളിയോടെ അവൻ ശങ്കറുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. വലത് മുഷ്ടി കുടം പോലെ അവൻ്റെ മൂക്കിൽ പതിഞ്ഞു. വല്ലാത്തൊരു നിലവിളി ശങ്കറിൽ നിന്നുയർന്നു. അവൻ്റെ മൂക്കിൽ നിന്നും രക്തത്തുള്ളികൾ ചിതറി. ഇടിയുടെ ആഘാതത്തിൽ പിന്നോട്ട് തെറിച്ച അവൻ ഒരു കസേരയിലേക്കും അതുൾപ്പെടെ തറയിലേക്കും മറിഞ്ഞു. നീ ഇത്രയ്ക്കായോടാ എന്ന് ചോദിച്ചുകൊണ്ട് സൈമണും ആൻഡ്രൂസും ചാടി എണീറ്റു. ഇനി അനാവശ്യമായി എന്നെപ്പറ്റിയോ എൻ്റെ വീട്ടുകാരെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞാൽ? അവൻ അവർക്ക് നേരെ കൈ ചൂണ്ടി. ഇനി മേൽപോട്ടും കീഴ്പോട്ടും നോക്കുകയില്ല ഞാൻ. ശങ്കറും സുഹൃത്തുക്കളും വൈരാഗ്യത്തോടെ തറയിൽ നിന്നും ചാടി എണീറ്റു. ശങ്കർ പുറം കൈ കൊണ്ട് ചോര തുടച്ചു കളഞ്ഞു. പക്ഷേ അപ്പോഴേക്കും മറ്റു ടീമംഗങ്ങളും കോച്ചുമൊക്കെ അകത്തേക്ക് ഓടിക്കയറി വന്നു. 2 കൂട്ടരെയും പിടിച്ചു മാറ്റി. ആ സംഭവം അവിടെ കൊണ്ട് അവസാനിച്ചെങ്കിലും ശങ്കറുടെയും കൂട്ടുകാരുടെയും മനസ്സിൽ കിടന്ന് നീറുകയായിരുന്നു. ഫെഡറേഷൻ കപ്പിനുള്ള ദിവസങ്ങൾ അടുക്കുകയാണ്. പ്രതാപ് നല്ല ഫോമിലായതിനാൽ കാർലോസിന് നല്ല പ്രതീക്ഷയാണുള്ളത്. ഈ അവസരത്തിൽ ശങ്കറും സുഹൃത്തുക്കളും മറ്റു ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. എന്തുവന്നാലും കേരള പോലീസ് ഫെഡറേഷൻ കപ്പിൽ ജയിക്കാൻ പാടില്ല. പ്രതാപ് ടീമിലുള്ളതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് വരുത്തി തീർക്കണം. അവസാന 11 ലിസ്റ്റ് പ്രഖ്യാപിക്കപ്പെട്ടു. ശങ്കർ തന്നെ ക്യാപ്റ്റൻ. ആക്രമണ നിരയുടെ മധ്യഭാഗത്ത് പ്രതാപും, ലെഫ്റ്റ് വിങ്ങിൽ വിനോദും റൈറ്റ് വിങ്ങിൽ അലക്സും, മധ്യനിരയിൽ ശങ്കറും സൈമണും ആൻഡ്രൂസും. പ്രതിരോധ നിരയ്ക്കാണ് ഊന്നൽ. ലിസ്റ്റ് അറിഞ്ഞയുടനെ ഒന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി ശങ്കറിനും സുഹൃത്തുക്കൾക്കും. ഫെഡറേഷൻ കപ്പിന് ടീമംഗങ്ങൾ യാത്ര തിരിക്കുന്നതിൻ്റെ തലേ ദിവസം പ്രതാപും മീരയും കൂടി സംസാരിച്ചു. പാർക്കിലെ തിരക്കൊഴിഞ്ഞ മൂലയിൽ ഏറെ നേരത്തോളം ആരും സംസാരിച്ചില്ല. കണ്ണുകൾ തമ്മിൽ കൊരുത്തമട്ടിലിരുന്നു. കടലക്കാരൻ പയ്യൻ്റെ കയ്യിൽ നിന്ന് 2 പൊതി നിലക്കടല വാങ്ങി കുറിച്ചുകൊണ്ട് ആ എരിപ്പ് തുടർന്നു. അവസാനം മൗനത്തിന് വിരാമം കുറിച്ചത് പ്രതാപാണ്. മീരേ, അവൾ ഈണത്തിൽ വിളി കേട്ടു. നേരം ഒരുപാടാകുന്നു, എനിക്ക് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. അവൾ മനോഹരമായി ചിരിച്ചു. കപ്പുമായിട്ടല്ലാതെ തിരിച്ചു വരില്ലല്ലോ? ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, നടത്തണം, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും. കളി തുടങ്ങുമ്പോൾ മുതൽ ടിവിയുടെ മുന്നിൽ ഞാനുണ്ടാകും. അവൻ തലകുലുക്കി. ശങ്കറുമായുള്ള വിവാഹാലോചനയുടെ കാര്യം പിന്നീടൊന്നും പറഞ്ഞില്ലല്ലോ? അതേക്കുറിച്ച് പിന്നീട് ഡാഡിയും ഒന്നും പറഞ്ഞ് ഞാനും കേട്ടില്ല. എനിക്ക് തിരിച്ചു വരുന്നവരെ ഓർമ്മിക്കാൻ നീ എന്തു തരും? കൂടുതൽ ചിന്തിക്കാൻ അവൾക്കില്ലായിരുന്നു. അവൻ്റെ ശിരസ് പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചിട്ട് ആ കവിളുകളിൽ ഓരോ ഉമ്മ കൊടുത്തു. പോരെ? അവൾ കുലുങ്ങി ചിരിച്ചു. മതി മതി. ഇരുവരും എണീറ്റ് കൈകോർത്ത് ചിരിച്ചുകൊണ്ട് നടന്നു. അളിയ, നല്ല 4 ഗോൾ കാച്ചണം. ഞാനും മഹാലക്ഷ്മി ട്രാവൽസിലെ കിളി സിദ്ദിഖും തമ്മിൽ ബെറ്റ് വച്ചിരിക്കുകയാണ്. ഇത്തവണ ഫെഡറേഷൻ കപ്പ് കേരള പോലീസ് കൊണ്ടുപോകുമെന്ന്. ഞാനും അതല്ല പഞ്ചാബ് കൊണ്ടുപോകുന്ന അവനും. 101 രൂപയാണ് ബെറ്റ്. പഞ്ചു കസേര വലിച്ചിട്ട് അതിലിരുന്നു. അവനും ആകെ ഫുട്ബോൾ ലഹരിയിലായിരുന്നു. പ്രതാപിനേക്കാൾ ആവേശം പഞ്ചുവിനാണെന്ന് തോന്നും. ബെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നീ എനിക്കെന്ത് തരും? 50-50. അവന് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ ഇറങ്ങി. കേരള പോലീസ് ഹോട്ടൽ ഇന്ദ്രധനുഷിലാണ് താമസിച്ചത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ടായിരുന്നു. പ്രതാപും വിനോദും അലക്സും ഒരു മുറിയിൽ. ഫിക്സർ അനുസരിച്ച് പോലീസ് ടീമിന് ആദ്യമായി ഏറ്റുമുട്ടേണ്ടത് കൽക്കത്തയിലെ അലിമാവോ ബ്രദേഴ്സുമായാണ്. കിടക്കയിൽ ഒരു വശം ചരിഞ്ഞു കിടന്ന് ഏതോ വാരിക മറിച്ചു നോക്കുകയായിരുന്നു പ്രതാപ്. അപ്പോൾ സമയം രാത്രി 9 മണി കഴിഞ്ഞിരുന്നു.
അരിമാവോ ബ്രദേഴ്സ് ഇന്ന് ഭാരതത്തിലുള്ള ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ്. ശരിക്ക് പൊരുതേണ്ടി വരും, അലക്സ് ബെഡ്ഷീറ്റ് നേരെയാക്കി ഇടുന്നതിനിടയിൽ പറഞ്ഞു. പ്രതാപും വിനോദും ശിരസ്സിളക്കി. പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരേപോലെ ഊന്നിക്കളിക്കുന്നതാണ് അവരുടെ പ്രത്യേകത. പൊതുവെ മധ്യനിരയാണെന്ന് അവരുടെ ദുർബല ഭാഗം. അലക്സ് തന്നെ തുടർന്നു. പ്രതിരോധ നിരയിൽ പേരുകെട്ട കളിക്കാരാണ്. അവിടെ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പ്രതാപ് മറുപടി പറയാതെ ആ രംഗം മനസ്സിൽ കാണുകയായിരുന്നു. എങ്ങനെയും അവരുടെ പ്രതിരോധം പൊളിക്കേണ്ടിയിരിക്കുന്നു. കളിയെപ്പറ്റി മാത്രം ചർച്ച ചെയ്തുകൊണ്ട് അവരെ എങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു മുറിയിൽ ശങ്കറും ആൻഡ്രൂസും സൈമണും കഞ്ചാവ് ലഹരിയിൽ അങ്ങനെ പറന്നു നടക്കുകയായിരുന്നു. എങ്ങനെയും ഈ കളിയിൽ തോൽക്കണം, ആ ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ. ശങ്കർ പകുതി അടഞ്ഞ കണ്ണുകളോടെ സൈമണെ നോക്കി. അങ്ങനെ തന്നെ, പക്ഷെ ആർക്കും നമ്മളിൽ യാതൊരു സംശയത്തിനും ഇടയുണ്ടാക്കുകയോ ചെയ്യരുത്. അതിനുവേണ്ട മരുന്നുകളല്ലേ നമ്മുടെ കൈവശം ഏറെയുള്ളത്. മൂവരും ചിരിച്ചു. ഒന്ന് കറങ്ങിയാലോ? ഈ സിറ്റിയിൽ രാത്രികാലങ്ങളിൽ നല്ല ചരക്കിനെ കിട്ടുമെന്നാണ് പറയുന്നത്. ആൻഡ്രൂസ് തലയിളക്കി. അതൊന്നും തൽക്കാലം വേണ്ട. ഒന്നാമതേ മറ്റുള്ളവർക്ക് നമ്മളോട് നല്ല താല്പര്യമില്ല. അതിൻ്റെ കൂടെ ഏതായാലും വെറുതെ പൊല്ലാപ്പിനൊന്നും പോകണ്ട. എന്നാലും ബാംഗ്ലൂർ വരെ വന്നിട്ട് 2 കിളികളെപ്പോലും കിട്ടിയില്ലെന്ന് വെച്ചാൽ. സാധനത്തിൽ വെറുതെ ലാൽബാഗിലൊന്ന് ചുറ്റി അടിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് കയറി കൊത്തിയേനെ. നല്ല ഒന്നാന്തര സാധനങ്ങൾ. നമ്മുടെ നാട്ടിലെ പോലെ C ക്ലാസ്സൊന്നുമല്ല, A ക്ലാസ് തന്നെ. ശങ്കർ, ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് കേട്ടോ. നമ്മുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ വീഴ്ചകളുണ്ടാകുന്നുണ്ടെന്ന് നോക്കി നിൽക്കുകയാണ് മറ്റുള്ളവർ. സൈമണിൻ്റെ മുന്നറിയിപ്പ്. നോക്കിയിരുന്നാലെന്താ, മുക്കിക്കയറ്റി വലിച്ചു കളയുമോ? പോകാൻ പറയടാ. ശങ്കറിൻ്റെ തലയ്ക്ക് കഞ്ചാവ് നല്ലതുപോലെ എരിഞ്ഞു കഴിഞ്ഞിരുന്നു. അവസാനം സുഹൃത്തുക്കൾ 2 പേരും കൂടി ഒരു വിധത്തിലാണ് ഒതുക്കി തീർത്തത്. ഫെഡറേഷൻ കപ്പിന് വേണ്ടി ബാംഗ്ലൂർ അണിഞ്ഞൊരുങ്ങിയിരുന്നു. സമ്പന്നരുടെ ക്ലബ്ബുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പന്തയങ്ങൾ. കുതിരപ്പന്തയെ പോലെ. കിട്ടുന്നവർ ലക്ഷപ്രഭു, അല്ലാത്തവൻ തെരുവ് തണ്ടി. 10 രൂപ മുതൽ ബെറ്റ് ചെയ്യുന്ന വെച്ചവരുണ്ട്. കിക്ക് ഓഫ് വിസിലിന് ഇനി ഒരു ദിവസം മാത്രം. എല്ലാ ടീമുകളും ഹോട്ടലുകളിൽ തങ്ങളുടെ അവസാന അടവുകളും പരിശോധിച്ച് തൃപ്തിപ്പെട്ട് കാത്തിരുന്നു. ഫുട്ബോൾ ഭ്രാന്തന്മാർ തെരുവുകളിലൂടെ കുടിച്ചു കൂത്താടി പാട്ടുപാടി ആടി നടന്നു. താൽക്കാലികമായി കച്ചവടത്തിൽ ഏർപ്പെടുന്ന കൊച്ചുകുട്ടികൾ മുതൽ ടിക്കറ്റ് കൂടിയ നിരക്കിൽ ബ്ലാക്കിൽ വിൽക്കുന്നവർക്ക് വരെ തിരക്കായി തുടങ്ങി. മത്സര ദിവസം രാവിലെ മുതൽ ടിക്കറ്റ് കൗണ്ടറുകൾക്ക് മുന്നിൽ ആരംഭിച്ച ക്യൂ കിലോമീറ്ററുകളോളം നീണ്ടു. കഥ തുടരും.